ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي واحلل عقدة من لساني يفقهوا قولي بسم الله عظيم القدرة والشان شديد البطش والبرهان أهل الدين والقرآن ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل جاء الحق وزهق الباطل إن الباطل كان زهوقا സമാധാനമായ തങ്ങളുടെ വേദിയിലും പണ്ഡിതന്മാർ കർമ്മധീരരായ വിദ്യാർത്ഥി ഈ ശബ്ദം നല്ലവരാണ് ലോകത്തിന്റെ വിധവാവിധമാണ് ഈ സംരംഭം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഇസ്ലാമിക് ക്ലാസ്റൂമിന്റെ പ്രിയപ്പെട്ട നല്ലവരായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലും നാം പറയുന്നതുമൊക്കെ സാലിഹായ അമലായ അനുഗ്രഹിക്കട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ നമ്മുടെ ബന്ധപ്പെട്ടവർ നമ്മെ സഹായിച്ചവർ നമ്മെ സ്നേഹിച്ചവർ നമ്മോട് സഹകരിച്ചവർ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ചുകൂടി അനുഗ്രഹിക്കട്ടെ. നബിയുൽ മുസ്തഫ മുഹമ്മദിൻ പ്രിയമുള്ളവരെ ആമുകളൊന്നും നീട്ടുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നേരിട്ട് വിഷയത്തിൽ കിടക്കാനുള്ള എന്നോടുകൂടെ സംസാരിക്കാൻ സാധിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 90ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി നാം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ സമസ്തക്ക് മാത്രം അവകാശം ആദർശയുടെ 90 വർഷമേ അല്ലാഹു നല്ല രീതിയിൽ പറയാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമസ്ത ആദർശ വിശുദ്ധിയുടെ 90 വർഷം ഈ ഒരു പ്രമേയം കേരളത്തെ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ മാത്രമാണ്. പലർക്കും ആദർശമുണ്ടെങ്കിലും ആദർശ വിശുദ്ധി അവകാശപ്പെടാൻ 90 വർഷവും നേടുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അന്തസ്സോടെ അഭിമാനത്തോടെ ആരുടെ മുമ്പിൽ തുറന്നു പറയാൻ അതിന്റെ ആദർശങ്ങൾ ഇന്നും പൂർണ്ണ വിശുദ്ധിയോടുകൂടി ഇത് കേരളത്തിലെ സംസ്ഥയേക്കാൾ പഴക്കമുള്ള പലരുമുണ്ടെങ്കിലും അവർക്കൊന്നും പറയാൻ കഴിയാത്തില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഇസ്ലാം കേരളത്തിലെത്തി. കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലൂടെ വിശുദ്ധ ഇസ്ലാം പതനം പന്തലിച്ചുവെങ്കിലും കേരളീയ മുസ്ലിംകൾക്കിടയിൽ ആദ്യകാലങ്ങളിൽ തർക്കങ്ങളുണ്ടായിരുന്നു. കേരളീയ മുസ്ലിംകളൊക്കെ ഒരേ സ്വഭാവത്തോടെ ഒരേ ആദർശത്തിന്റെ ഉടമകളായിക്കൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. ആ ആദർശമായിരുന്നു യഥാർത്ഥ ആദർശം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. എന്നാൽ 1920 ശേഷം ചില ആളുകൾ കടന്നു വരികയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പരിശുദ്ധമായ ആശയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും
ഇന്നലകളിൽ കേരളത്തിൽ ജീവിച്ചുപോയ മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ അവർ മുസ്ലിമീങ്ങളല്ല, മുശ്രിക്കുകളാണ്, ഇസ്ലാമിക കുടുംബത്തിന് പുറത്താണ്, അവരുടെ ആദർശങ്ങളൊന്നും ശരിയല്ല, ഞങ്ങളുടെ ആദർശമാണ് ചില പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും ചെയ്യും. അന്നവർ ആരെയാണ് കേരളീയ മുസ്ലിങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇന്നലകളിൽ ജീവിച്ചുപോയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, മഹത്തുക്കളായ മഖ്ദൂമി പണ്ഡിതന്മാർ, വെളിയങ്കോട്ട് ഉമർഖാദിയെപ്പോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, മമ്പറന്നങ്ങളെ പോലെയുള്ള ഈ രാജ്യത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും കഠിനാധ്വാനം ചെയ്ത നവോത്ഥാന നായകൻ അങ്ങനെയുള്ള കഴിഞ്ഞുപോയ മഹാന്മാരെയൊക്കെ തള്ളിപ്പറഞ്ഞ് അവരൊന്നും ശരിയല്ല, നിങ്ങളാണ് ശരി. ആരാണ് ഈ ഞങ്ങൾ? അന്നവർ കേരളത്തിൽ പരിചയപ്പെടുത്തിയ ആളുകളായിരുന്നു ഈജിപ്തിലെ റഷീദ് ബില്ല, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ്. ഈ മൂന്നാളുകളുടെ ആശയമാണ് കേരളത്തിലേക്ക് കടന്നു. വഹാബിസമാണെങ്കിലും യഥാർത്ഥ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആശയമായിട്ടല്ല കേരളത്തിലേക്ക് കടന്നു വന്നത്, മറിച്ച് റഷീദ് ബില്ലയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും പുതിയ വഹാബിസമായിരുന്നു കേരളത്തിലേക്ക് കടന്നു. ഇക്കഴിഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളന സുഖനേതൃത്വം പരിശോധിച്ചാൽ അവർ തന്നെ കാര്യം തുറന്നു പറയും. വക്കംമൗലി, ഇങ്ങനൊരു പ്രസ്ഥാനമുണ്ടാകാൻ പ്രചോദനമേകിയത് റഷീദ് ബില്ലയായിരുന്നു, ജമാലുദ്ദീൻ അഫ്ഗാനിയായിരുന്നു, മുഹമ്മദ് അബ്ദുവായിരുന്നു. ഈ മൂന്നാളുടെ ആശയമായിരുന്നു ഒരു കാലത്ത് അവർ സ്വീകരിച്ചിരുന്നത്. എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞത്? റഷീദ് ബില്ലയെക്കുറിച്ച് തഖ്രീദിന് പഠനമെന്ന പുസ്തകത്തിൽ പറഞ്ഞത് കിഴക്കിൽ ലഭിച്ച ഏറ്റവും നല്ല നക്ഷത്രമാണ്, അനുകരിക്കപ്പെടാൻ, സ്വീകരിക്കപ്പെടാൻ, അനുധാവനം ഏറ്റവും വലിയ മഹാനാണെന്ന് പരിചയപ്പെടുത്തിയ ആളായിരുന്നു റഷീദ് ബില്ല. വെളിയങ്കോട്ട് ഉമർഖാദിയെ തള്ളിപ്പറഞ്ഞ ആളുകൾ, മമ്പറം തങ്ങളെ ആക്ഷേപിച്ച ആളുകൾ, മഖ്ദൂമി പണ്ഡിതന്മാരെ തുടരപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞ ആളുകൾ അവർ സ്വീകരിച്ചത് റഷീദ് ബില്ലയായിരുന്നു, ജമാലുദ്ദീൻ അഫ്ഗാനിയായിരുന്നു, മുഹമ്മദ് അബ്ദുവായിരുന്നു. എന്നാൽ കാലമേറെ കഴിഞ്ഞിട്ടപ്പോൾ ഇന്നവർ തുറന്നു പറയുന്നു ഈ മൂന്നാളുകളും ശരിയല്ല. റഷീദ് ബില്ലയെക്കുറിച്ച് പറയുന്നു, ജമാലുദ്ദീൻ അഫ്ഗാനിയെക്കുറിച്ച് പറയുന്നു, മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് പറയുന്നു. ചില ആളുകൾ എഴുതിച്ചു ശരിയല്ലെന്ന് മാത്രമല്ല, ഇവരൊന്നും മുസ്ലിം പണ്ഡിതന്മാർ പോലും അല്ല എന്ന് പറയുന്നവരെ ഇവരൊന്നും മുസ്ലിമീങ്ങളെ പണ്ഡിതന്മാർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ പേര് സ്വീകരിച്ച് കടന്നു വന്ന മുസ്ലിം നാമധാരികൾ മാത്രമാണ് എന്നിവരെ പറയുന്ന ആളുകൾ എവിടെ തീർക്കുന്നു. എന്നാൽ അതിലേറെ രസകരമെന്താ, ഒരു കാലത്ത് സൈനുദ്ദീൻ മഖ്ദൂമിനെ തള്ളിപ്പറഞ്ഞവർ, മമ്പറന്നങ്ങളെ ആക്ഷേപിച്ച ആളുകൾ, വെളിയങ്കോട്ട് ഉമർഖാദിയെ മാറ്റി നിർത്തിയ ആളുകൾ ഇന്നവർ പറയുന്നു മമ്പറന്നങ്ങൾ കേരളങ്ങളുടെ ഏറ്റവും വലിയ നവോത്ഥാന നായകനാണ്. ഈ കൂട്ടരുടെ ഒരു മുഖപ്രസംഗം അതിൽ എഴുതിയിരിക്കുന്നു, അന്ധവിശ്വാസത്തിൽ അടരാടിയ മഹാന്മാരാണ് മമ്പറത്തെ തങ്ങന്മാർ. ഞാനൊരു വണ്ടി പൊളിച്ച് അമ്പറത്തേക്ക് പ്രശ്നം കഴിഞ്ഞു. സൈനുദ്ദീൻ മഖ്ദൂമിനെ കുറിച്ച് എറണാകുളത്ത് സാർവേശ സമ്മേളന സുഖനീയം രേഖപ്പെടുത്തുന്നു, കേരളത്തിലെ വലിയ നവോത്ഥാന നായകനാണ് മഹത്തുക്കളായ മമ്പറത്തെ, മഹത്തുക്കളായ പൊന്നാനിലെ മഖ്ദൂമി പണ്ഡിതന്മാർ. അത് സ്വീകരിക്കുന്ന തയ്യാറാണ്. പ്രശ്നം കഴിഞ്ഞില്ലേ? പൊന്നാനി പോയി നോക്കുക, പൊന്നാനിയിൽ ഒരു പള്ളി കാണാം, അവരുടെ പേര് സിയാറത്ത് പള്ളി. എന്തേ ആ പള്ളിക്ക് സിയാറത്ത് പള്ളി എന്ന് പേരിട്ടാൻ കാരണമെന്താ? മഹാനായ സിയാറത്തിന് പോകുമ്പോ കേരൻ തിരിച്ചൊരു പള്ളിയാണ്, ആ പള്ളിയുടെ തൊട്ടപ്പുറത്ത് സിയാറത്തിന് പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ കേരൻ തിരിച്ച പള്ളിയായതുകൊണ്ടാണ് ആ പള്ളിക്ക് സിയാറത്ത് പേര് കിട്ടിയത്. മഖ്ദൂം മഹാനാണെങ്കിൽ ആ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ മാർഗ്ഗം സ്വീകരിച്ചാൽ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കിതാബല്ലേ ഫത്വൽ മുഈൻ, ആ ഫത്വൽ മുഈൻ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. പ്രശ്നം കഴിഞ്ഞില്ലേ? പിന്നെയോ ഉമർഖാദിയെ കുറിച്ച് സുബ്ഹാനല്ലാഹ് ചില ആളുകൾ പറയുന്നത് മാത്രമല്ല, എഴുതുന്നത് മാത്രമല്ല, ഉമർഖാദി ആലപിച്ച പദ്യം പോലും ഏത് പദ്യം? ഉമർഖാദി പോയില്ലേ പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധമായ ഖബറിനെ സമീപിച്ചുകൊണ്ട് മഹാനായ ഉമർഖാദി പൊട്ടി കരഞ്ഞുകൊണ്ട് പാടിപ്പോയ സല്ലല്ലാഹു അലൈഹി ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ ചില ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് എവിടെ തീർക്കുന്നു.
ഉമറുൽ ഖാദി സ്വീകരിച്ച നിലപാടുകൾ ശരിയാണെങ്കിൽ മഹാന്മാരെ ഖബറിൽ പോകാമെന്നുള്ളതിൽ മഹാന്മാരെ ഖബറിൽ പോകൽ പ്രശ്നമില്ല എന്നുള്ളതിൽ എന്തിനേറെ ഖാദി മുഹമ്മദിനെ കുറിച്ച് പോലും ഈ അടുത്ത് ചർച്ച നടക്കുന്നു. ചില ആളുകൾ പറയുന്നു ഖാദി മുഹമ്മദിന്റെ ഫത്ഹുൽ മുബീനൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഗ്രന്ഥമാണ്. ആരാ ഖാദി മുഹമ്മദ്? കോഴിക്കോട്ടെ തുറാത്തന്നിൽ തീർന്നോവാ ഉർവാദിയൊക്കെയും നീ നോക്കിയെടുത്തോവാ. മുഹിദ്ദീമാലയിൽ പ്രവേശിക്കപ്പെട്ട മുഹിദ്ദീമാലയുടെ രചയിതാവാണ് മഹാനായ ഖാദി മുഹമ്മദ്. ഖാദി മുഹമ്മദിനെ മുഹമ്മദ് നബിയെ സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് മുഹിദ്ദീമാല സ്വീകരിച്ചുകൂടാ? ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരു കാലത്ത് ആക്ഷേപിച്ച ആളുകൾ, ഒരു കാലത്ത് മാറ്റി നിർത്തിയ ആളുകളൊക്കെ ഇപ്പോൾ പറയുന്നവർ നല്ലവരല്ല. ഒരു കാലത്ത് നല്ലവരായി കണ്ട ആളുകളെ ഇപ്പോൾ പറയുന്നു അവരൊന്നും ശരിയല്ല. അതിന്റെ പരിണിത ഫലം എന്ത് സംഭവിച്ചു? അന്നവർ പറഞ്ഞ ആദർശങ്ങളൊക്കെ മാറ്റി പറയേണ്ടി വന്നു. 1921 മുജാഹിദ് പ്രസ്ഥാനം എന്നൊരു ആദർശമാണോ കേരളീയ മുസ്ലിം അവരെ പ്രചരിപ്പിച്ചതെങ്കിൽ ആ ആദർശം പരിപൂർണമായി ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. എത്ര വിഷയങ്ങൾ അവരുടെ ആദർശ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എത്ര വിഷയങ്ങളാണ്. ഒന്നോ രണ്ടൊന്നല്ല. അന്ന് പറഞ്ഞ നല്ല കാര്യങ്ങളെ കുറിച്ച് അവരിപ്പോൾ പറയുന്നു ശരിയല്ല. അന്ന് ശരിയല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ പറയുന്നു അതൊക്കെ ശരിയാണ്. എന്തേ അവർക്ക് മാറ്റി പറയേണ്ടിരുന്നത് അവരുടെ നേതൃത്വം ശരിയാണ്. നമുക്കുള്ള ഗുണങ്ങളാണ് നമ്മൾ അന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്നാണ്. 1976 രൂപീകരിക്കപ്പെടുമ്പോൾ എന്തൊരു ആദർശമായിരുന്നു കേരളീയ മുസ്ലിങ്ങളുടെ മുമ്പിൽ അതേ ആദർശത്തിൽ ഇന്നും നമ്മൾ ഉറച്ചു നിൽക്കുന്നു. എന്തുകൊണ്ട്? 1926 വടക്കൽ മുല്ലക്കോയത്തിൽ ഇവിടെ വന്നൊരു ആദർശം പറയുമ്പോൾ തങ്ങളുടെ ആദർശമായിരുന്നു. തങ്ങളുടെ സ്വന്തം വകയായിരുന്നു. തങ്ങളുടെ ആദർശം എന്ന് പറഞ്ഞാൽ സ്വന്തം ഒരു ആദർശമല്ല, അത് മഹത്വം കാണിക്കുന്ന ആദർശമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല. തങ്ങൾ വഫാത്തായി വേറെ മഹത്വങ്ങളുടെ കടന്നു വന്നപ്പോഴും അവരും സ്വീകരിച്ചത് സ്വന്തം നിലപാടായിരുന്നില്ല. അതുകൊണ്ട് മാറ്റേണ്ടി വന്നു. ഇന്നും അതിൽ ഉറച്ചു. പിന്നെ ആരൊക്കെ കടന്നു? 1946 ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ കടന്നു വരുമ്പോൾ അന്ന് ജമാഅത്ത് ഇസ്ലാമി കുക്കാത്തിൽ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അന്ന് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞ ആശയം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞ ആശയം എന്തിനേറെ ജമാഅത്ത് ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി അബ്ദുൽ മൗദൂദി 27 ആളുകൾ യോഗം വിളിച്ചു. ആ യോഗത്തിൽ ചെറുപ്പക്കാരൻ അദ്ദേഹം വക്കീലായി ചെറുപ്പക്കാരൻ സർ എനിക്ക് ജമാഅത്ത് അംഗത്വമെടുക്കുന്ന നാം വരേണ്ട പറ്റുമോ? പേര് റഫീഖ് എന്ന ചെറുപ്പക്കാരൻ. എന്തേ മുശ്രിക്ക് എന്ന് പറയാൻ കാരണം ആ ചെറുപ്പക്കാരൻ ചോദിച്ചു സാർ എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ മറുപടി ഈ ജോലി ചെയ്യുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള കോടതിയാണ്. ഇന്ത്യൻ ഗവൺമെന്റ് താഗൂത്തി ഗവൺമെന്റാണ്, പിശാചിന്റെ ഗവൺമെന്റാണ്. അവിടെ ജോലി ചെയ്യൽ ശിർക്കാണ്. ആ പാവം നരകത്തിൽ പോകണ്ടെന്ന് പേടിച്ചിട്ട് വക്കീൽ പണി ഞാൻ ഉപേക്ഷിക്കുന്നു പറഞ്ഞിട്ട് എത്രത്തോളം ഒരു പാവം ചെറുപ്പക്കാരൻ പോലീസുകാരനായിരുന്നു. അദ്ദേഹം ഞാൻ പോലീസുകാരനാണ്, എനിക്ക് പറ്റില്ല. പോലീസോ അതൊക്കെ റബ്ബേ അത് ശിർക്കല്ലേ, ആകാൻ പാടില്ല. എന്തിനേറെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഒരു കാലത്ത് സമ്മതനായ നേതാവായിരുന്നു അബ്ദുള്ള. അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ SSLC പഠനം കഴിഞ്ഞിട്ട് അസ്ലം പഠിക്കാൻ വേണ്ടി എന്റെ ഉപ്പയെ ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തുപോയപ്പോൾ കാലഘട്ടത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മതനായ നേതാവ് KC എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അബ്ദുള്ള പണിയാണ് പഠിക്കല്. കാരണം അത് ഗവൺമെന്റ് സ്കൂളിലെ പഠിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നത് വോട്ട് ചെയ്യാൻ പാടില്ല, സ്ഥാനാർത്ഥി നിർത്താൻ പാടില്ല. വോട്ട് ചെയ്താൽ പോളിംഗ് ബൂത്തിൽ പോയിട്ട് നമ്മളെ കയ്യിലേക്ക് മഷീനിലെ തേക്കിനോടുള്ള കാപ്പറായി പോയി. അത് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നു. എന്തേ ജമാഅത്തെ ഇസ്ലാമിക്ക് തിരിച്ചേണ്ടി വന്നത്? എന്തേ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞോട് തന്നിട്ടാണ് നമുക്ക് കഴിയുന്നത്? കാരണം ജമാഅത്ത് ഇസ്ലാമിന്റെ നേതൃത്വം ശരിയില്ല. അത് തുറന്നെഴുതുന്നു.
അവർ പറയുന്നു, ഇപ്പോൾ തുറന്നു പറയുന്നു, മൗദൂദി സാഹിബിന് പല പിഴവുകളും പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇന്നേ വരെ നമ്മളാരും പറയുന്നു വരക്കൽ മുകളിൽ നമുക്ക് പറയേണ്ടി വന്നു പറയില്ല. നമ്പറും തങ്ങൾക്ക് പിഴവറ്റി പറയേണ്ടി വന്നോ? എനിക്ക് മഖ്ദൂമിനെ പിഴച്ചു പറയേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ആദർശവിരുദ്ധിയിൽ അവകാശപ്പെടാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം കേരളത്തിലുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനമാണ്. പിന്നെ സമസ്തയിൽ പോയ അവരെന്താ പറഞ്ഞത്? സമസ്തന്റെ ആരാന്ന് സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്നു? ആരാ അന്ന് സമസ്തക്ക് നേതൃത്വം കൊടുത്തവർ? അവരായിരുന്നല്ലോ ഇറങ്ങിപ്പോകുന്ന സമയത്ത്, ഇവരെ പുറത്താക്കപ്പെടുന്ന സമയത്ത് നേതൃത്വം അവർ ശരിയല്ലെന്നാണ് അന്ന് കാളം പിടിച്ചാൽ ശരിയല്ലെന്നോ, ചെറുശ്ശേരിസ്ഥാ ശരിയല്ലെന്നോ, വായ്ക്കുട്ടിസ്ഥാ ശരിയല്ലെന്ന് പറഞ്ഞില്ല അവർ പോയത്. എന്നാൽ ആ പോയ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ നോക്കും നിങ്ങൾ എന്തേ കാരണം അവർക്കും അറിയാം അവരുടെ നേതൃത്വം ശരിയല്ല. ഇപ്പൊ അവർ പറയുന്നതാ ഏറ്റവും നല്ല നേതൃത്വം എന്ന് പറയുന്നത് കണ്ണീർ പ്രസാദാണ്. അന്നവർ തന്നെ പറഞ്ഞാൽ അവരെന്ന് പറയുന്ന ഒരു മഹാന്മാരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും പടച്ച റബ്ബിനോട് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് ഭാഗ്യം നൽകിയില്ലേ? ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞു. അള്ളാഹു നൽകിയ ഇന്ന് കേരളത്തിൽ കേരളത്തിലെ ആൾക്കാരാണ്. വലിയ നിലയിക്കിട്ട് കെട്ടി ആയത്തേക്ക് വാടക അങ്ങനെ ഇവിടുന്ന് കണ്ടാങ്ങനെ റെഡിമെയ്ഡ് അങ്ങനെ അവരന്ന് കണ്ടപ്പോൾ തന്നെ 1965 അവരെ സമസ്ത കേരള ജംഇയ്യത്തുലമ ചെറുകിട സർവണം നടത്തി. പഠനം നടത്തിയിട്ട് പറഞ്ഞു ഇത് വഹാബിസത്തിന്റെ തനി പകർപ്പാണ്. അവിടെ മനസ്സിലായില്ലെങ്കിൽ കാണുമ്പോഴേക്കും ചായ വേണ്ട ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് പേരിനവർ പറയാറ് ഞങ്ങൾ തബ്ലീഗ് ചെയ്യാൻ അവർ പറയാറുള്ളത്. എന്ത് തബ്ലീഗ്? വഹാബിസത്തെ പ്രചരിപ്പിക്കുകയാണ്. അന്ന് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുലമ നേതാക്കന്മാർ പറഞ്ഞു ഈ തബ്ലീഗ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം അത് വഹാബിസമാണ്. അന്ന് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞപ്പോ അന്ന് തബ്ലീഗിൽ പറഞ്ഞു അംഗീകരിക്കൂല, ഞങ്ങൾ ഇവരെ അംഗീകരിക്കുന്ന ആൾക്കാരല്ല, വഹാബിസത്തിന് അംഗീകരിക്കില്ല, ഞങ്ങളെ കുറിച്ചുള്ള ആരോപണമാണ്, മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ഞങ്ങൾ അംഗീകരിക്കാറില്ല. കണ്ടില്ല നിങ്ങൾ സമസ്ത പറഞ്ഞത് അക്കമിടത്തെ ഇപ്പൊ അവർ സമ്മതിച്ചു കഴിഞ്ഞു. അവരുടെ സാധാരണ ആളക്കതിലൂടെ തെളിയിക്കാൻ പഴയക്കാല ഉറുദു പുസ്തകമായിരുന്നു. ആ ഉറുദു പുസ്തകം ഉദ്ധരിക്കുമ്പോ തബ്ലീഗ് ജമാഅത്തിന്റെ സാധാരണ ആ ഉറുദു പുസ്തകത്തിന്റെ ആളുകൾ ഞങ്ങളുടെ ആൾക്കാരല്ല, അവരെ ഞങ്ങൾ അംഗീകരിക്കില്ല, അവരെ ഞങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ പറയും ആ ഉറുദു വാക്കിന്റെ അർത്ഥം അങ്ങനെയല്ല എന്നായിരുന്നു ഒരു കാലത്ത് തബ്ലീഗ് ജമാഅത്ത് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ നിങ്ങളുടെ പുതിയ പുസ്തകം പണ്ഡിതന്മാർ നായകന്മാരെ പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് എത്രത്തോളം മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് ആധുനിക പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഇവിടെ അനന്തരാവകാശിയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് വ്യക്തിയാണെന്ന് ആധുനിക പണ്ഡിതന്മാരൊക്കെ രേഖ ഉദ്ധരിച്ചപ്പോ അതിനെപ്പോലും അതിനെപ്പോഴും അതൊന്നും ശരിയല്ല, അയാളെ കുറിച്ച് പറയാൻ പാടില്ല, മഹാനാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ്. വഹാബി പ്രസ്ഥാനത്തിന് നേതാവ്, വഹാബി പ്രസ്ഥാനത്തിന് കേരളത്തിൽ ജന്മം നൽകിയ വ്യക്തിയെ കുറിച്ച് ലോകത്ത് ജന്മം നൽകിയ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് പറയുന്നു അദ്ദേഹം മഹാനാണ്. കഴിഞ്ഞില്ല. വഹാബികൾ പറയുന്ന എല്ലാ പുസ്തനാശയങ്ങളും ഇന്ന് തബ്ലീഗ് ജമാഅത്ത് പറഞ്ഞു. തവസ്സുലിനെ കുറിച്ച് എന്താ അവരുടെ പുസ്തകത്തിൽ പുതിയ പുസ്തകത്തിൽ രചിച്ചിരിക്കുന്നത്? അവർ പറയുന്നു തവസ്സുൽ ചെയ്യുന്നത് ഷിയാക്കളുടെ തവസ്സുൽ ചെയ്യുന്ന ഷിയാക്കളുടെ ഇത് സമ്മതിച്ചു കൊടുത്താല് ഈ വാദം ശരിയാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ ലോകത്ത് ആദ്യത്തെ ഷീ ആരാണെന്ന് പറയേണ്ടവരും
അതിന്റെ നബി അല്ലാഹു സമയം അതിന്റെ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്ത സമയം അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആദ്യം നബി ദുആ ചെയ്തു അല്ലാഹുമ്മ ഇന്നി അസ്അലുക അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു ബിഹഖ്ഖി മുഹമ്മദ് നബിയുടെ ഹഖ് കൊണ്ട് ചോദിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ചോദിക്കുന്നു ആദ്യത്തെ ദുആയിൽ തന്നെ മുത്തുനബിയെ മധ്യവർത്തിയാക്കുന്നു തവസ്സുലാക്കിക്കൊണ്ടാ ചോദിക്കുന്നു അപ്പൊ അല്ലാഹുവിന്റെ തട്ടിപ്പ് തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ തന്നെ ഷിയായാലോ അപ്പക്കിന് ഷിയാണ് തെറ്റാണ് പറഞ്ഞില്ല അല്ലാഹു ചോദിച്ചാദവേ കൈഫ അറഫ്ത മുഹമ്മദൻ വലം അഖ്ലുഖുഹു ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചത് പോലുമില്ല പിന്നെ എങ്ങനെയാണ് താങ്കൾ മുഹമ്മദ് നബി അറിഞ്ഞത് അതിന്റെ പിറകുമ്പോൾ നിന്റെ പരിശുദ്ധമായ ആത്മാവിനെ നിക്ഷേപിക്കും ചെയ്തപ്പോൾ ഞാൻ എനിക്ക് ലഭിച്ചപ്പോൾ എന്റെ കണ്ണ് തുറന്നപ്പോൾ അർശിലേക്ക് നോക്കിയപ്പോൾ അർശിന്റെ സ്തൂപങ്ങളിൽ നിന്റെ പേര് മറ്റൊരാളെ പേരിട്ടുണ്ട് എനിക്ക് ഉറപ്പായി നിന്റെ പേരിന്റെ കൂടെ മറ്റൊരാളെ പേരെങ്കിൽ അദ്ദേഹം എനിക്ക് ഇഷ്ടപ്പെടാത്ത ആളെ നിന്റെ പേരിനെ കൂടെ വേറൊരു പേരും എഴുതിയിട്ടില്ല ആകൊരു പേര് എഴുതുമെങ്കിൽ അദ്ദേഹം എനിക്ക് ഇഷ്ടപ്പെട്ട ആളായിരിക്കും അതുകൊണ്ടാണ് മുഹമ്മദ് നബിയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അല്ലാഹു പറഞ്ഞ വാക്ക് സഹീഹായ ഹദീസിൽ കാണാം സദഖ്തയാദം താങ്കൾ പറഞ്ഞ സത്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലായിരുന്നെങ്കിൽ മാ ഖലഖത അങ്ങേ സൃഷ്ടിക്കുമായിരുന്നില്ല മറ്റൊരു റിവായത്തിൽ കാണാം മാ ഖലഖതുൽ അസ്ലാ ഈ കാണുന്ന ഭൂലോകത്തെ സൃഷ്ടിക്കുമായിരുന്നില്ല ഒന്ന് സൃഷ്ടിക്കുന്നു അപ്പൊ ആദ്യത്തെ മനുഷ്യൻ ആദ്യം പേര് തബ്ലീഗികമായി പറഞ്ഞു തവസ്സുൽ ചെയ്ത് കാണും നല്ല സാധനങ്ങൾ കാണുമ്പോൾ നല്ല സാധനം ഞങ്ങളങ്ങനെ കത്തിയൊന്നുമില്ല ഞങ്ങൾക്ക് വിഭാഗ്യതൊന്നുമില്ല അതൊന്നും ഇടപെടാറില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ പുതിയ പുസ്തകത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ പേജോളം അവരെന്തിനാ ഉപയോഗപ്പെടുത്തിയിരുന്നത് സമസ്തന്റെ ആലിമികളെ കുറിച്ച് അവരൊക്കെ ശിയാക്കളാണ് ഇസ്ലാമിക പുറത്തുള്ള പുറത്താണെന്ന് പറയാനാണ് തബ്ലീഗ് ജമാഅത്ത് ഒരു പുസ്തകം ചില ആൾക്കാർ പറയേ വഞ്ചതരാണ് പുറത്തു കാണൂല നല്ല ചെറിയ ഉള്ളിൽ വഹാബിസത്തിനേക്കാൾ കടുപ്പമുള്ളതാണ് അവർ അന്ന് നമ്മൾ പറഞ്ഞപ്പോ കൊള്ളാൻ കഴിയില്ല എന്ന് സംഭവിച്ചിരിക്കുന്നു എന്താ ഇവർക്ക് സംഭവിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് എല്ലാവർക്കും സത്യത്തെ നിഷേധിക്കാൻ പൂർവികർ കാണിക്കുന്ന പാരമ്പര്യത്തെ തള്ളിപ്പറയാനുള്ള കാരണം ഒന്ന് നേതൃത്വം ശരിയായില്ല ഞാനല്ല അവർ പറഞ്ഞു രണ്ട് ഇവർക്ക് സ്വന്തം നേതൃത്വം ശരിയായില്ലെന്ന് മാത്രമല്ല സ്വന്തമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ടായി അങ്ങനെ അങ്ങനെകളിൽ എന്തൊക്കെ എതിർക്കുന്നുണ്ടോ ആ എതിർക്കാനുള്ള കാരണം പരിഹസിക്കാനുള്ള കാരണം അറിവില്ലായ്മ അത് ഇവരുടെ നേതാവ് തന്നെ പറയുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ എതിർത്ത് എവിടെ ചെറിയോ ഒരു കാര്യത്തിൽ മാത്രമല്ല ഒരു പണ്ഡിതനെ പ്രസംഗിച്ചെന്നറിയോ കബറിൽ ശിക്ഷയില്ല കബറിൽ ശിക്ഷയില്ല പിന്നെയോ പിന്നെ നാളെ മഹ്ശറയിൽ മനുഷ്യന്റെ നന്മതിന്മ തൂക്കപ്പെടുന്ന മീസാൻ അങ്ങനൊന്നുമില്ല മുസ്ലിംമാരിൽ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി മൂർച്ച കുത്തി പറഞ്ഞ സ്ഥാനം അങ്ങനൊന്നുമില്ല കബർ ശിക്ഷയില്ല മീസാനില്ല എവിടേക്കാണ് എങ്ങനെയാണ് നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായത് അതിന്റെയൊക്കെ കാരണം അവരുടെ നേതാവ് എന്ന് പറയുന്നു എന്താ അതിന്റെ കാരണം അറിവില്ല നമ്മുടെ ആലിമീങ്ങളെ നോക്കുന്നു നമ്മുടെ അഭിമന്യരായ എത്ര വർഷക്കാലം പഠനം നടത്തിയിട്ടാണ് ഒരു മകന് പറയുന്നത് എത്ര കാലം പഠിക്കുന്നു വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ 4 വർഷത്തോളം ഖുർആൻ പഠിക്കുകയാണ്
4 വർഷക്കാലം തഫ്സീർ ഓതുകയാണ്. തഫ്സീർ ഓതുന്നതിന്റെ ഗ്രാമറുകൾ പഠിക്കുന്നു, അതിന്റെ വ്യാകരണശാസ്ത്രം പഠിക്കുന്നു, ഇൽമുൽ മആനി പഠിക്കുന്നു, ഇൽമുൽ ബയാൻ പഠിക്കുന്നു. എല്ലാ മേഖലയും പഠിച്ചതിന് ശേഷമല്ലേ നമ്മുടെ ആലിമീങ്ങൾ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നത്, ഹദീസിനെ കുറിച്ച് പറയുന്നത്. ഹദീസ് പറയണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡം പാലിക്കേണ്ടതുണ്ട്? ഹദീസ് ദഈഫാണെന്ന് പറയാൻ, ദഈഫിനെ കുറിച്ച് പറയാൻ എന്തൊക്കെ മാനദണ്ഡം പാലിക്കേണ്ടതുണ്ട്? പക്ഷേ അതൊന്നും അറിയാത്ത ചില ആളുകൾ, അതൊന്നും പഠിക്കാത്ത ചില ആളുകൾ, അതൊന്നും മനസ്സിലാക്കാത്ത ചില ആളുകൾ കണ്ടതും കേട്ടതും ഒക്കെ ദഈഫാണ്, എല്ലാം ശിർക്കാണെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു ഖുർആൻ പരിഭാഷ പോലും വായിക്കാത്ത ആളുകൾ നോക്കൂ. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളുടെ വിമർശനം അധികരിച്ചപ്പോൾ അവരെ കൂട്ടത്തിലെ പ്രമുഖനായ ഹുസൈൻ സലഫിനെ തുറന്നു പറയുന്നവർക്കാണ് എന്താ നമ്മുടെ മുജാഹിദ് പോയത്? ഒരു ഖുർആൻ പരിഭാഷ പോലും വായിക്കില്ല കേട്ടോ. അലവി മൗലവിയും അതുപോലെ തന്നെ മഹാരഥന്മാരൊക്കെ കൂടി പരിശോധിച്ച ആ ഖുർആൻ വ്യാഖ്യാനം പോലും വായിക്കാത്ത മുജാഹിദുകൾ പലപ്പോഴും പല കാര്യങ്ങളെയും പരിഹസിക്കുമ്പോൾ വേദന തോന്നുന്നു. ഇവരൊക്കെ മുജാഹിദുകളായിരുന്നുവോ? അതേ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം പോലും ഒരാവർത്തി വായിച്ചിരുന്നുവെങ്കിൽ ഈ പരിഹാസത്തിന് നാക്ക് പൊന്തുമായിരുന്നില്ലല്ലോ, ഇതിനെതിരെ ശബ്ദിക്കാൻ അവരുടെ കൈവങ്ങുമായിരുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോയ ഒട്ടേറെ സമയങ്ങളില്ലേ നിങ്ങൾക്കുമുണ്ടാകുമല്ലോ അത്തരത്തിലുള്ള പല അവസരങ്ങളും. അദ്ദേഹം പറഞ്ഞത് മുജാഹിദിനെ പരിഹസിക്കൽ കാണുമ്പോ അവർക്ക് വിഷമമുണ്ടായിട്ടില്ലേ? ആ പഠിക്കാത്ത മുജാഹിദിനെ എല്ലാത്തിനും കളിയാക്കുമ്പോ പരിഹസിക്കുമ്പോ ഇപ്പോൾ അവർക്ക് വിഷമം നമുക്ക് എന്നോ നമ്മളെത്ര കാലത്തൊക്കെ വിഷമം. എന്തൊരു നല്ല കാര്യം സഹായത്തിന് പറഞ്ഞ തൊട്ടതും പൊടിച്ചതും അർത്ഥമല്ല. എന്താ ശിർക്കിന്റെ മാനദണ്ഡമല്ല, നിർവചനമല്ല. ഈ അതിനുണ്ടാവില്ല. അതിന്റെ മലയാള ശിർക്കിന്റെ നിർവചനമെന്താ? അത് പഠിച്ചാൽ ശിർക്കാൻ പറയോ? എന്താ ശിർക്കിനെ പണ്ഡിതന്മാരോട് അള്ളാഹുവിനെ പോലെ സ്വയംഭൂവായ ഒന്നുണ്ടെന്ന് വിശ്വസിക്കുക, അല്ലാതെ പ്രവർത്തനമല്ല. മൈകിത്തിന് കത്തിക്കലോ ചന്ദനത്തിന് കത്തിക്കലോ പോകലോ അള്ളാഹുവിനെ പോലെ സ്വയംഭൂവായ ഒന്നുണ്ടെന്ന് വിശ്വസിച്ചാൽ ഒന്നും ചെയ്യണ്ട. ഞാനേ മൈക്കിനെക്കുറിച്ച് ഇത് അള്ളാഹുവിനെ പോലെ വാജിബ് മൗജൂദായ സ്ഥാനം വിശ്വസിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 കൊടുത്താലും അതിന് മുൻഗണന ഒന്നും ചെയ്യണ്ട. ആ വിശ്വാസം മനസ്സിൽ വന്നുപോയാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മുസ്ലിം വാജിബുൽ വജൂദാണ്, അല്ലാഹുവിനെ പോലെ സ്വയംഭൂവാണ്, ഉണ്ടാകാൻ നിർബന്ധമാണ് എന്നൊരു വിശ്വാസം എന്റെ മനസ്സിൽ വന്നുപോയാൽ അതോട് ഇസ്ലാമിന് പുറത്തായി. ഇവിടെ എന്ത് വേണ്ട? ഒരു മാർഗം അല്ലെങ്കിൽ അല്ലാഹുവിനെ പോലെ ആരാധന അർഹനായ എന്നൊരു വ്യക്തിയെക്കുറിച്ചോ ശക്തിയെക്കുറിച്ചോ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസം അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹ് നമ്മൾ ആരാധിക്കുന്ന പോലെ മുത്തലിക്കും ആരാധിക്കാൻ നിർബന്ധമാകുന്ന വിശ്വാസം മനസ്സിൽ വന്നാൽ മതി. പിന്നെ ആരാധിക്കാൻ വേണ്ട. ആ വിശ്വാസം വരുന്നത് പോലെ ഇസ്ലാമിന് പുറത്തായി. വിശ്വാസമാണ് ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ചില ആളുകൾ എന്തെങ്കിലും ജീവിതമാണ്, അത് കുഫറാണ്, എന്തേ ചെട്ടില്ല. നമ്മൾ പണ്ടേ പറഞ്ഞില്ലേ, ഇവർക്ക് പഠിക്കാത്തതാണ്, അറിവില്ലായ്മയാണ്. ജനങ്ങൾ അവൻ അറിയാതെ ശത്രുവാണ് അന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇപ്പൊ അദ്ദേഹം ആ ആപ്തവാക്യത്തിനനുസരിച്ച് വയലുകളോട് പോയിട്ടില്ലേ?
അതുകൊണ്ട് പറയാനുള്ളത് ഇൽമാണ് ഏറ്റവും വലിയ ആയുധം. അത് പഠിക്കേണ്ടത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അറിയാത്തവൻ അവൻ അറിയാത്തതിന്റെ ശത്രു തന്നെ. ഒരു പൊതുതത്വം അറബിയിൽ പറയാറുണ്ട്, അന്നാസു അഅദാഉനാ ജഹിലോ, ആളുകൾ അവരറിയാത്തതിന്റെ ശത്രുക്കൾ തന്നെ. ആളുകൾ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. എന്താ മാർഗം? ശത്രുക്കൾ തന്നെയാണ്. ഈ ഒരവസ്ഥയിൽ നിന്ന് മാറ്റം വരണം. അങ്ങനെ മാറ്റം വരണം എന്ന നിലക്കാണ് ഇന്നും ഈ ദഅവത്തുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അൽഹംദുലില്ലാഹ് ഒരു വർത്തകൾ പഠിക്കാൻ തുടങ്ങിയാൽ ഇത് മുജാഹിദ് ഞാൻ അവരെ കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ അവരെ പേരിട്ട് പറഞ്ഞത് അവർ പല ഗ്രൂപ്പുകൾ ഒരുപാട് ജിന്നൂരി എന്റെ എതിർ കക്ഷികളിൽ ഇരിച്ചുപോയി. അതിലിപ്പുറത്തുള്ള മടമൂരി, അതിലിപ്പുറത്തിന്റെ ഇരുവേലി, അതിലപ്പുറത്തുള്ള സുബൈർ മംഗള, അതിലിപ്പുറത്തിന്റെ പിന്നെ സ്പെഷ്യൽ ടീം എടുക്കുന്നത്, അതിനുള്ളിലുണ്ട് സക്കരിയ സലാഹിന്റെ ഗ്രൂപ്പ്, അതിലപ്പുറത്തുള്ള അറുപത് നിർത്തുന്ന മറ്റു ഗ്രൂപ്പ്. എന്റെ അറിവിൽ തന്നെ എട്ടിന്റെ ഉള്ളിൽ അങ്ങനെയാണ് ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഒന്ന് പറഞ്ഞിട്ട് അതിലുണ്ടാക്കിയും പോലെ ശക്തി ചെയ്യും പോലെ ഇത് അതിനുള്ളിൽ അതിൽപ്പെട്ട പഠിക്കാൻ തുടങ്ങി. പഠിച്ചപ്പോൾ കുറെ ബോധ്യപ്പെട്ടു. ഒരു മറ്റൊരു പറഞ്ഞു നമ്മുടെ മാർഗുള്ള പഠിച്ചോളി നന്നായിട്ട് നമ്മളൊരു കുറ്റപ്പെടുത്തല്ല, സ്വാഗതം ചെയ്യാൻ ഒന്ന് പഠിച്ച് മാറ്റുമെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഒത്തൊരുമിച്ച് സമുദായം പോകുന്ന ആ സുന്ദരമായ കാലഘട്ടം വരാൻ ആ പൂർവ്വികരെ പഠിച്ച് മാർഗത്തിലൂടെ പഠിക്കുക. മാറ്റങ്ങളുണ്ടോ? ഇവരെവിടം വരെ എന്ത് നോക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മീസാൻ പോലും എതിർക്കുന്നൊരു കാലഘട്ടം, ഖബർ ശിക്ഷയെ എതിർക്കുന്നൊരു കാലഘട്ടം. ഖബർ ശിക്ഷ അങ്ങനൊന്നുമില്ല. ഖബർ ശിക്ഷ അത് സാധനമില്ല. മീസാൻ അതുമില്ല. സിറാത്ത് പാലല്ല. ആർക്കും അറിഞ്ഞ കാര്യങ്ങളല്ലേ. 5 വക്ത് നിസ്കാരത്തിലും നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യുന്നവരെ പടച്ച റബ്ബേ അദാബുൽ ഖബർ ശിക്ഷയെന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. 5 വക്തും ദ്വാരക്കുന്നില്ല. അതില്ലെങ്കിൽ ദ്വാരക്കുള്ള ഖബർ ശിക്ഷ എന്ന് പറഞ്ഞ സാധനം ഇല്ല എങ്കിൽ നന്മ തിന്മ തൂക്കപ്പെടുന്നുണ്ടല്ലോ. ആരുടെയെങ്കിലും നന്മയുടെ തുലാസ് ഭാരമുള്ളതായി കഴിഞ്ഞാൽ അവൻ അല്ലാഹു തൃപ്തിപ്പെട്ട ജീവിതത്തിലാണോ സ്വർഗത്തിലാണോ? ഇതാനിട്ട് നമ്മൾ നന്മകൾ നന്മപ്പെടുമ്പോ തുലാസ് ഭാരമുള്ള അങ്ങനെ മീസാനില്ല, സിറാത്ത് പാടില്ല. എന്തേ ഇതൊക്കെ പറയാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, ഒരു നേതൃത്വം, നല്ലൊരു നേതൃത്വമില്ല. സ്വന്തമായിട്ട് സ്വന്തം ബുദ്ധിക്കനുസരിച്ച്, സ്വന്തം അറിവിനനുസരിച്ച്, സ്വന്തം യുക്തിക്കനുസരിച്ച് കൊണ്ട് സകലത്തിനെയും സ്വന്തമായിട്ട് ദുർവ്യാഖ്യാനിക്കുക. അതിന്റെ പരിണിത ഫലമാണ് സകലത്തിനെയും. ഒരു മൗലവിക്ക് ഞാൻ ഒരുപാട് എനിക്കൊരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ പഠിക്കുന്നു, അയാൾക്ക് തോന്നുന്നതല്ല മറ്റേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരുത്തി, ഒരുപാട് കാര്യങ്ങൾ നിശ്ചയിച്ചു. പ്രമാണങ്ങളിലേക്ക് മടങ്ങി, പ്രമാണങ്ങളിൽ ഉള്ളത് പറയും, പ്രമാണങ്ങളിൽ ഉള്ളത് വിശ്വസിക്കും. നമ്മളെന്തിനാ നിഷേധിക്കാൻ പോകുന്നത്? പലർക്കും പരലോകത്ത് മീസാനുണ്ട്. നമ്മുടെ സൽക്കർമ്മങ്ങൾ തൂക്കുന്നവർ തുലാസുണ്ടെന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ എങ്ങനെ തൂക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചുകൊണ്ട് മീസാനിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നു. അതേ ജഹന്നമിന്റെ മീതെ വിരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാലമുണ്ട്, സിറാത്തുണ്ടെന്ന് പറയുമ്പോ ആ പാലത്തിലൂടെ മിന്നൽ വേഗതയിൽ ശരവേഗതയിൽ പായുന്ന മുഅ്മിനീങ്ങളുണ്ട്. അതിന്റെ കൊളുത്തുകൾ കൊണ്ട് വലിച്ചിടപ്പെട്ട് ജഹന്നമിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പാപികളുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേ അതിലൊക്കെ ഗൗരവം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാലത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം റബ്ബേ രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. ആരവോട് സഹായിക്കാൻ വരിക? ഇയാൾ നന്നായിക്കണപ്പോ ഇയാൾ പറയാ മുസ്ലിങ്ങൾ കടന്നുപോകുന്ന സമയത്ത് തിരുവി പറയുന്നത് അല്ലാഹുമ്മ സല്ലി
പതുക്കെ പാടാൻ തുടങ്ങി. നമ്മൾ അന്നേ പറഞ്ഞ അഷ്ഫാഅത്ത് ഹബലനാ, അല്ലാഹുവേ മുഅ്മിനീങ്ങളുടെ ശഫാഅത്ത് നൽകണേ. നബി എവിടേക്കാണ് രക്ഷാകാലത്തുന്നത്? നബി മാത്രമല്ല, ഔലിയാക്കളൊക്കെ വരുന്ന ഒക്കെ ഇൻഷാല്ലാഹ് സമ്മേളനം പിന്നീട് പറയാം. ഹദീസ് പറയുന്ന വിഷയങ്ങൾ മുസ്ലിം ഹദീസിലുണ്ട്. നരകടക്കുന്ന ആളുകളെ നരകത്തിനെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ അല്ലാഹുവിന്റെ പരിശുദ്ധരായ ഔലിയാക്കൾ സഹീഹ് മുസ്ലിം ഇന്നതൊക്കെ ഒരാളെ കുറ്റപ്പെടുത്തിയ ആളുകൾ എന്ന് വന്ന ഹദീസുകളെ മുഴുവനും പരിഹസിച്ചുകൊണ്ട് അതേ അങ്ങനത്തെ ഒരു സിറാത്തില്ല എന്നെഴുതി വിട്ടിട്ടില്ലേ, അതിനെ നിഷേധിച്ചിട്ടില്ലേ, അതൊക്കെ അന്ധവിശ്വാസമാണെന്നല്ലേ പ്രചരിപ്പിക്കുന്നത്. പ്രമാണത്തിലേക്ക് മടങ്ങൂ മുജാഹിദുകളെ, അതേ പ്രമാണങ്ങൾ പഠിക്കൂ, ഹദീസുകൾ നിഷേധിക്കല്ല, ഹദീസുകളെ തള്ളിക്കളയല്ല. എന്താ പണ്ട് പറഞ്ഞു വെച്ച വിദ്യാർത്ഥികളെ പ്രമാണങ്ങളിലേക്ക് മടങ്ങി വരൂ, ഹദീസുകൾ നിഷേധിക്കില്ല. പണ്ട് ഇങ്ങനെ കരഞ്ഞു പറയാൻ വരും കൂട്ടരെ ഇതൊക്കെ പറയട്ടെ. أكان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة. ഒരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും അള്ളയും അവന്റെ റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമില്ല. എന്ത് പടച്ച റബ്ബ് തീരുമാനിച്ചുവോ, അള്ള എന്ത് വിധിച്ചുവോ, നബിതങ്ങൾ എന്ത് പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടുവോ, അതെന്റെ ബുദ്ധിക്ക് തള്ളേണ്ടതല്ല. ഞാൻ അംഗീകരിച്ചോ അംഗീകരിച്ചില്ലേ എന്ന് നോക്കാനേ പാടില്ല. അംഗീകരിച്ചേ പറ്റൂ, വിശ്വസിച്ചേ പറ്റൂ, അതിന്റെ മുമ്പിൽ സർവാത്മന സമർപ്പിച്ചേ പറ്റൂ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. എന്തേ ഇവർക്ക് പറയേണ്ടത്? കാരണം ഇവരുടെ ആൾക്കാർ പറഞ്ഞു കാര്യമല്ല ബുഖാരിലെ പാപ പറഞ്ഞു. ആര് പറഞ്ഞാൽ ബുഖാരി എന്ന മഹ്റജനുസരിച്ച് കൊണ്ട് പറയാൻ ബുഖാരിയല്ല, ബുഖാരിയുടെ പാപ അദ്ദേഹം കരഞ്ഞ് പറയാണ് ചില ആൾക്കാർക്കൊക്കെ ഹദീസിൽ കാണുന്നത് അവസാനിക്കാൻ വരികയാണ്. അവർക്ക് സുന്നികൾക്കല്ല, ശരിയല്ലേ? എന്റെ നമ്മളൊരു ഹദീസ് ഉദ്ധരിക്കുമ്പോഴേക്ക് ഇവരെന്താ പറയാറുള്ളത്? അങ്ങനത്തെ ഹദീസ് മോദൽ ഉസ്താദുമാരെ മൂലയന്മാരെ അതൊക്കെ കേൾക്കുമ്പോൾ അലർജി വരികയാണ്. നബിയുടെ വിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോ കഴിഞ്ഞാൽ അവിടുത്തെ കയ്യിലൂടെ വരുന്ന വെള്ളത്തിന് വേണ്ടിക്കാതോ തിരുകരങ്ങളിലൂടെ ഒരിച്ചു വരുന്ന വെള്ളം കിട്ടാൻ വേണ്ടി ആപത്തിൽ ദിക്റും തിരക്കും കൂട്ടാറുണ്ട് എന്ന് സഹിഹായ ഇത് പറയുമ്പോൾ തുപ്പുമ്പോഴേക്ക് ആ തുപ്പുനീരതായിരുന്ന കയ്യിലേക്ക് വീഴുകയാണ്. തുപ്പുമ്പോഴേക്ക് ആപത്ത് കൈനീട്ടുകയാണ്, ആ തുപ്പുനീരതായി പുരട്ടുകയാണ്. മുഖത്ത് പുരട്ടുന്നു, ശരീരത്തിൽ പുരട്ടുന്നു. ഇത് പറയുമ്പോ ഒരു കാലത്ത് വഹാബികൾ കലർത്തിയ ഇതൊക്കെ പറയേ ഒരു ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം പറയുന്നു എന്താ പറയണത്? എന്നിപ്പോ ചില കുട്ടികൾ പറയുന്നു അത് ശിർക്കാണ്, അന്ധവിശ്വാസമാണെന്നതാ. സ്വന്തം പത്രങ്ങളിൽ പലരും എഴുതിവിടുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അത് എഴുതിവിടുന്നവരെ ഒന്ന് മനസ്സാക്ഷിയോട് ചോദിക്ക്. മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്നെടുത്ത് പരിശോധിച്ചു നോക്കി. കണ്ണേറ് സത്യമാണോ? അത് ബാധിക്കുമെന്നാണോ ഇല്ല എന്നാണോ മൗലവി പറഞ്ഞത്? ഇതിപ്പോൾ ഉണ്ടായ ഒരു വിവാദമാണോ?
ഇല്ലാന്ന് പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് പറയാം. വിവരമില്ലാത്തതാണ് പലതിനെയും നിഷേധിക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് പഠിക്കലേ നിവൃത്തിയുള്ളൂ. എല്ലാ അന്ധവിശ്വാസാന്ന് പറഞ്ഞ് തള്ളുമ്പോ എന്താ സംഭവിക്കുന്നത്? സഹീൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഹദീസുകൾ വലിച്ചെറിയാണ്. ചിലർക്കൊക്കെ ബുഖാരിയിലെ ഹദീസ് കാണുമ്പോൾ ഓക്കാനം വരുന്നു, ഛർദി വരുന്നു, അലർജി വരുന്നു. ചില ഹദീസുകൾ കാണുമ്പോൾ ചില ലേഖകന്മാർക്കും നേതാക്കന്മാർക്കും ഒന്നും തിരിഞ്ഞു നോക്കാൻ കഴിയാഞ്ഞിട്ടവര് ചാടിക്കടക്കും പോലും. ചില ആൾക്കാർ എഴുതേന് ഞങ്ങൾ ബുഖാരിയിലെ ചില ഹദീസൊക്കെ കണ്ടാൽ ഞങ്ങൾ ചാടിക്കടക്കലാണ്. എന്താ ചാടിക്കടക്കൽ എപ്പോഴാ? നമ്മളൊരു വഴി കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ വല്ല അമേധ്യമോ വൃത്തികെട്ട സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ശരീരത്തിലോ വസ്ത്രത്തിലോ തട്ടാതിരിക്കാൻ വേണ്ടി വേഗം ചാടിക്കടക്കും. എന്നതുപോലെ ബുഖാരിയിലെ ചില ഹദീസൊക്കെ കണ്ടാൽ ഞങ്ങൾ ചാടിക്കടക്കലാണെന്ന് ചില വലിയ നേതാക്കന്മാർ എഴുതി വിട്ടുന്ന കാലാത് മനസ്സിലാക്കണം. എവിടെ എത്തിപ്പോയി? എവിടെ എത്തിപ്പോയല്ല, എവിടേക്ക് എത്തിച്ചുപോയി. ബുഖാരിയെ പോലും തള്ളുന്നൊരു സമുദായമാക്കി സമുദായത്തെ മാറ്റി. ആര് പറഞ്ഞാലും സ്വീകരിക്കൂല, ബുഖാരിയല്ല ബുഖാരിന്റെ വാപ്പ പറഞ്ഞാലും സ്വീകരിക്കൂലെന്ന് പറയുന്ന ധാർഷ്ട്യം പറയുന്ന കാലത്തേക്ക് എത്തിപ്പോയി. മൗലവി എത്തിച്ചുപോയി. ആർക്കും എന്തും പറയാൻ അവസരം കൊടുത്തപ്പോ, ആർക്കും സ്വന്തമായിട്ട് ഗവേഷണം ചെയ്യാൻ അവസരം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഓരോ മൗലവിമാര് ഗവേഷണം ചെയ്തു പോയി. അങ്ങനെ ചില മൗലവിമാര് പോയി. ബുഖാരിയല്ല ബുഖാരിന്റെ വാപ്പ പറഞ്ഞാൽ സ്വീകരിക്കില്ല. അത് എത്തിയതല്ല, എത്തിച്ചുപോയതാ. മോനെ അതൊന്നും എന്നോട് പറയേണ്ട, കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞോ എന്ന് പറയുന്ന ആളുകളുടെ കാലമെത്തിപ്പോയി. എന്നിട്ട് അവരാ പറയുന്നത് എന്ത്? എവിടേക്ക് എത്തുന്ന പറയുന്നത്? സ്വഹീഹുൽ ബുഖാരി പോലെ എന്റെ മുസ്ലിമീങ്ങളുടെ ഈ അടുത്തൊരു മൗലവിക്ക് വേറൊരു പറഞ്ഞറിയാം. ഇതുവരെ എന്തേ പോലെ വെളിയങ്കോട്ട് മുത്തിന് പിന്നെ ഒരാൾ പ്രസംഗിച്ചെന്താ അറിയോ? ഡോക്ടർമാർക്ക് എന്റെ ഭാര്യ ഗർഭിണിയായി. ആ ഗർഭിണിയായ ഭാര്യയെ കൊണ്ടുപോകൽ സുഖാണ്. എന്റെ വിശ്വാസം അങ്ങനെയാണ്. ആർക്കും സ്വന്തം പ്രകാരം ആദ്യം ന്യായം പറഞ്ഞാൽ അല്ലല്ലേ ഒക്കെ ചെയ്യുന്നത്. ശരിയാണ്. മുജാഹിദ് പറഞ്ഞ പ്രകാരം ശരിയാണെങ്കിൽ അമ്പർത്തക്ക് പോകാൻ പാടില്ലെങ്കിൽ, ഔലിയാക്കൾക്ക് പോകാൻ പാടില്ലെങ്കിൽ, അദ്ദേഹം പറഞ്ഞ ശരിയാക്കി പോകാൻ പാടില്ല, ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ എന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഇവിടെ എന്ത് പറഞ്ഞില്ല? ഡോക്ടർ ഒഴികെ, ഹോസ്പിറ്റൽ ഒഴികെ നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇത് നമ്മൾ പണ്ട് പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞാൽ എല്ലാ ശിർക്കാന്ന് പറഞ്ഞു. ഇപ്പതാ അദ്ദേഹം പറഞ്ഞു. പക്ഷെ മനസ്സിലാക്കേണ്ടതുണ്ട്, 9 മാസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് പടച്ചതമ്പുരാൻ. അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്? മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി. പോരാ, അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എവിടെ കൊണ്ടാലേ? ഹോസ്പിറ്റലിൽ കൊണ്ടാലേ? ന്യായമാണ്. വഹാബിസം പറയുന്നത് ശരിയാണ്. ഇസ്തിഗാസ ശിർക്കാണെന്ന് മാനദണ്ഡം വെച്ചെന്ന് ആ പറഞ്ഞ ഇപ്രകാരം സ്വീകരിക്കുന്നത് ഞാൻ അതെ ഇവർ പറഞ്ഞിരുന്ന നാളെ ഞാനും പറഞ്ഞു. ഇവര് വെച്ചത് മാനദണ്ഡം എന്താ? അല്ലാഹു അല്ലാത്ത സഹായം നേടാൻ പാടില്ല. ആ പറഞ്ഞ
എന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. അതിനർത്ഥം മുസ്ലിം രേഖപ്പെടുത്തിയേ ഇന്ന വിഷയം പറഞ്ഞില്ല. എല്ലാ വിഷയത്തിലും അല്ലാഹുവേ എന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ലോകത്ത് എന്ത് നടക്കുന്നുണ്ടെങ്കിലും ആരൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ഫാഇലെ അല്ലാഹു മാത്രമാണ്. അപ്പോൾ യഥാർത്ഥ ആരോട് മാത്രമാണ്? അല്ലാഹുവിനോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത്. ഡോക്ടർ സഹായിച്ചാലും, മുഹദ്ദീസ് സഹായിച്ചാലും, പ്രവർത്തകർ സഹായിച്ചാലും, തിരുബി സഹായിച്ചാലും യഥാർത്ഥത്തിന്റെ കുടുംബത്തിൽ അല്ലാഹുവാണ്. ഇവരെന്താ പറയുന്നത്? സഹായം തരുന്ന അല്ലാഹുവിന് മാത്രം. അവിടെ മുമ്പത്ത് പോകാൻ പറ്റൂല, മുഹദ്ദീസിൽ പോകാൻ പാടില്ല, ഒരു മൗലവിക്ക് അവിടെ മാത്രം ഡോക്ടർ പോകാൻ പാടില്ല. പറയട്ടെ, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അതൊന്നുമില്ല. എന്റെ വിശ്വാസം അപ്പുറത്തിന് വേണ്ടി തള്ളിക്കോട്ടെ, കുഴപ്പമില്ല. എന്റെ വിശ്വാസം സ്വന്തം ഒക്കെ മുത്തലിക്ക്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. ഇങ്ങനെയാണ് പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു. പാച്ചോണ്ട് ചോറുള്ള സ്ഥലമായിരുന്നു. ഈ റബ്ബിന്റെ ഖുർആനിൽ പറഞ്ഞത് എനിക്കെല്ലാ ഭക്ഷണം നൽകുന്നവനും അല്ലാഹുവാണ്. എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. എന്തിനു പണിക്കുമ്പോൾ ആവശ്യമുണ്ടോ ഇല്ല, ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല, ഒരു കച്ചവടം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല, അടുത്ത് പോയി കടം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല. റബ്ബാണെനിക്ക് എല്ലാം നൽകുന്നവൻ, റബ്ബാണെന്നെ കുടിപ്പിക്കുന്നവൻ. ആ റബ്ബ് തന്നെയാണ് എന്റെ രോഗങ്ങളൊക്കെ ശരിയാക്കുന്നവൻ. പിന്നെ പ്രസവത്തിന് മാത്രമല്ല, അല്ലാതെ കാരണം ഖുർആൻ പറഞ്ഞത് ഷാഫി എന്ന് പറഞ്ഞാൽ ഷിഫയാക്കുന്നു. ഇമാം ഷാഫി എന്ന് പറഞ്ഞാലല്ല. ഇവരുകൊണ്ട് അർത്ഥം കിട്ടുന്നത് എന്നോട് കേൾക്കുന്നുണ്ടായി ഒരു വഹാബി, ഒരു അറബിയൻ. അതിന് സംസാരിച്ചു പറഞ്ഞു, ഞാൻ വഹാബിയാണ്. നിങ്ങളെന്താ വഹാബിയാണ്? അല്ലാഹുവൽ വഹാബ്, വഹാബാണ്. ഞാൻ പറഞ്ഞു അന്തശാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക. ഞാൻ ഷാഫി അങ്ങനെയൊക്കെ ഓരോ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ നിലയിൽ ദേശം പുരോഗമിക്കുകയാണെങ്കിൽ എല്ലാ എന്റെ ഇവിടെ ഓരോ സ്വന്തം തനിക്ക് തോന്നുന്നവൻ പറഞ്ഞു അതിന്റെ പരിണിത ഫലമാണ് ഇവർ അനുഭവിച്ചു. പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഇറങ്ങിയ മാസികളൊക്കെ പരിശോധിച്ച് നോക്കുന്നത്. ഇപ്പോൾ ഇറങ്ങിയ പഴയ കാലത്ത് പറഞ്ഞ ഓരോന്നിനെയും അക്കപ്പെട്ട് പറയുന്നതൊക്കെ തെറ്റാണ്. ഒന്ന് സംഘടിത സക്കാത്ത്. ഇപ്പൊ ചില ആൾക്കാര് സക്കാത്ത് വഹാബികളെ പിന്നാലെ തുടങ്ങിയിട്ട് മഞ്ചേരിയിലേക്ക് കുറച്ച് ആൾക്കാർ വഹാബികൾ പറഞ്ഞ സക്കാത്ത ശരിയെന്ന് മനസ്സിലാക്കിയിട്ട് അവർ പിന്നാലെ സക്കാത്ത് അങ്ങനെ കൊടുക്കണമെന്നും വഹാബികളെക്കാൾ കുറച്ചുകൂടി കയറിയിട്ട് സക്കാത്ത് കൊടുക്കുമ്പോൾ ഷർത്ത് വെച്ചുകൊണ്ട് സക്കാത്ത് കൊടുക്കുകയും ഞങ്ങളുടെ ആശയത്തിൽ നിന്നിട്ടില്ല എങ്കിൽ സക്കാത്ത് പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ഷർത്ത് വെക്കുന്ന സക്കാത്ത് അനക്ക് പേരണ്ടോ ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. പക്ഷെ നിബന്ധനയുണ്ട്. ഞങ്ങൾ 5 കൊല്ലം പരിശോധിച്ചിട്ടുണ്ട് പഞ്ചായത്തിനാണ് സക്കാത്തുള്ളത്. എവിടുന്ന കൂട്ടർ ഞങ്ങൾക്ക് മതം എവിടുന്ന് ഇസ്ലാമിന്റെ സക്കാത്തിന് മാനദണ്ഡം ഇരിക്കട്ടെ. ഞാൻ അതിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും സക്കാത്തുമായുള്ള കടയുണ്ട്. തബ്ലീഗ് ജമാഅത്തിന്റെ വരുമ്പോൾ മുമ്പ് ആ വഹാബികൾ തുറന്നിടുന്നു. അവരെ പുതിയ ഇസ്ലാമത്തിൽ സക്കാത്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത് സുന്നികൾ ചെയ്യുന്നത് പോലെ അന്ന് നമ്മൾ ചോദിച്ചു ഈ കേന്ദ്രത്തിന് സക്കാത്ത് കൊടുക്കണം, ജമാഅത്ത് ഇസ്ലാമിക്ക് സക്കാത്ത് കൊടുക്കണം പറയാൻ ബൈത്തുൽ മാലാണോ? ഇപ്പൊ ഇസ്രായേലിൽ പുതിയ മാസം ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നുണ്ടല്ലോ കേന്ദ്രത്തിന് കൊടുക്കണമെന്ന്. കേന്ദ്രം എന്താ? ബൈത്തുൽ മാലാണ്. നമ്മൾ ചോദിച്ചത്
അന്ന് നമ്മൾ ചോദിച്ച ചോദ്യമുണ്ട്. മുജാഹിദിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അയാള് മുസ്ലിമീങ്ങളുടെ അമീറാണോ? നിങ്ങൾ സക്കാത്ത് വാങ്ങാൻ ഇസ്ലാമിന്റെ അമീറാണോ? എത്ര ഞാൻ ആലോചിച്ചു. സമസ്തന്റെ പണ്ഡിതന്മാരെ നമ്മുടെ പൂർവികരായ അന്നത് പറഞ്ഞു ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ലോകം ഇപ്പൊ നോക്കൂ നിങ്ങൾ. അവർ പറയുന്നു സക്കാത്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത് വ്യക്തികൾ നേരിട്ട് കൊടുത്തിട്ട് തന്നെയാണ്. അല്ലാത്ത പുതിയ പുതിയ മറ്റൊന്ന് തറാവിനെ കുറിച്ച് എന്തായിരുന്നത്? ഒരു കാരണവശാലും 11-നേക്കാൾ കൂടാൻ പാടില്ല, ഹറാമാണ്. പണ്ട് ആദ്യകാലത്തിൽ പറഞ്ഞു തറാവി 20 റക്അത്ത്, പിന്നെ പറഞ്ഞു 20 8 ഉള്ളൂ, 3 റക്അത്ത്, അങ്ങനെ 11 റക്അത്ത്. തറാവിഹുള്ള 8 ഇടക്കാലത്തിനല്ല പറഞ്ഞത് തന്നെ. ഞാനേ ഈ സമ്മേളനത്തിന്റെ ഭാഗത്ത് പുസ്തകം ഇറക്കാൻ വേണ്ടി പല വൈരുദ്ധ്യങ്ങളെങ്ങനെ പഠിച്ചു തോന്നി. ഇങ്ങനെ ഓരോ മാസം ഞാൻ ആദ്യം അന്നൊന്ന് ഇന്നൊന്നിങ്ങനെ കൊടുക്കാൻ നോക്കിയപ്പോ അന്നൊന്നൊന്ന് പറയണ്ടേ. പിന്നെങ്ങനെ മാറിക്കൊണ്ടേ അന്ന് അങ്ങനെ ഇങ്ങനെ ആളെങ്ങനെ അത് നിങ്ങളൊക്കെ ഓരോ കോപ്പികൾ ഞാൻ എന്റെ വകയ്ക്കൊന്നും ചെയ്തില്ല. ഒക്കെ അവർ പുസ്തകം കഴിച്ചു എല്ലാവരിലേക്ക് എത്തട്ടെ. അവരെ പഴയകാല സമുദായം ഒന്ന് മനസ്സിലാക്കട്ടെ. എവിടേക്കാണ് അങ്ങനെ ഇടക്കാലത്ത് വെച്ച് ഇവര് പറഞ്ഞു തറാവിഹ് നിസ്കാരമില്ല, രാത്രി നിസ്കാരം അത് ഒരു കാരണവശാലും 11-നേക്കാൾ കൂടാൻ പാടില്ല, നിഷിദ്ധമാണ്. 11-നേക്കാൾ ഒരാൾ അഥവാ നിസ്കരിച്ചാൽ എന്നാ പുതിയ ലക്ഷം ഇസ്ലാം മസീദ് പറയുന്നു 11-നേക്കാൾ കൂടി ഹറാമാണെന്നാണ്. അൽഹംദുലില്ലാഹ് 2 മാസം കഴിഞ്ഞാൽ പറയും 11-നേക്കാൾ കൂടേണ്ടതാണ്. ഒരു 4 മാസം കഴിഞ്ഞ് പറയും അതിനാണ് നല്ലത്. എന്റെ പ്രിയപ്പെട്ട മരിച്ചുപോയ നമ്മളെ പല കട്ടപ്പറയാവില്ലേ? അതിന് മുമ്പ് മുന്നൂടെ നല്ലത്. എന്തിനാണ് ഈ വിഭാഗങ്ങൾ ഇല്ലാതെയാക്കുന്ന ഈ വിഭാഗത്തിന്റെ പിന്നാലെ നമ്മൾ പോകുന്നത്? ഒക്കെ മാറ്റി എല്ലാം മാറ്റിയില്ലേ? എത്ര വിഷയങ്ങൾ ഒന്നും രണ്ടെന്നല്ല ഓരോന്ന് പറയുകയാണെങ്കിൽ ഒരു സംഖ്യ ഒരുപാട് എല്ലാം മാറ്റി. അല്ലാഹുവിന്റെ ദീനിന്റെ ഓരോ ആശയങ്ങൾ അൽഹംദുലില്ലാഹ് പല മാറ്റങ്ങൾ നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ ഓരോ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്തൊരു മൗലവി അവരെ വേദിയിൽ പണി പാട്ടറിയോ? ഏറ്റവും പറയേണ്ടതും ലോകത്തെ പിടിച്ചു പറ്റിയ പാട്ടാണ് ഉമർഖാദിയുടെ പാട്ട്. ഏത് ഉമർഖാദിൽ ഒരുപാട് പാട്ടുകൾ. എങ്ങനെ നിമിഷക്കവിയാണ്. ഒരു ഉമർഖാദി പള്ളിയിലേക്ക് കയറാൻ നോക്കുമ്പോ പുറത്തൊരു ആട് കിടക്കുന്നുണ്ട്. കയറാനുള്ള വഴി തടസ്സപ്പെടുത്തി ഉമർഖാദി ഒന്ന് പാട്ട് പാടി. ഇനി ഇവിടെ കടന്നാട്ടി ഉറങ്ങാൻ ഒരു ഉമ്മ ഒരു മൺകിണ്ടി കൊണ്ടുകൊടുത്തു. മണ്ണൂരുണ്ടാക്കിയ കിണ്ടി ഇവർക്കാതെ ഉറുണ്ടാകും. പെട്ടെന്ന് ആ കിണ്ടി വീണു പൊട്ടിപ്പോയി. അങ്ങനെ ദേശത്തോട് അപ്പം വർക്കാതി പാടി നിമിഷക്കവി. ആ ഉമർഖാദി മുത്തലിബിന്റെ ഖബറിൽ പോയില്ലേ? പരിശുദ്ധ റൗളയുടെ സമീപം ചെല്ലില്ലേ? പൊട്ടിക്കരഞ്ഞില്ലേ? പാടിയില്ലേ? കണ്ണിലൂടെ വെള്ളം ഒഴുകിയില്ലേ? عمر الفقير وتجير جنابكم وجفة ظلم من عيني في قلبي سيد الكونين حيا وميتا في التراب ربيعا صلوا عليه وسلموا تسليما. ഉമർഖാദി പൊട്ടി കരഞ്ഞുകൊണ്ട് മുത്തലിബിയോട് പറഞ്ഞു,
കേരളക്കരയിൽ നിന്നാണ് കഷ്ടപ്പെട്ട് പാവപ്പെട്ടവർക്ക് വന്നോടിക്കൊണ്ടിരിക്കേ തിരിച്ചു പോകണമെങ്കിൽ നബിയേ എന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടേ പോയുള്ളൂ. അർത്ഥത്തിൽ ഉമർക്കാട് മുത്തനബിയെ വിളിക്കുന്നു, പൊട്ടിക്കരയുകയാണ്. 2-2.5 മണിക്കൂറോളം നിൽക്കുന്ന ആ കവിതയാണ്, ആ പദ്യമാണ് ആരംഭിച്ചത്. ഇതിന്റെ തുടക്കം സല്ലല്ലാഹു ബൈത്താണ്. ആ ബൈത്തുകളോ ഒരു മൗലവി പാടുകയാണ്. പാടിയിട്ട് പറയാൻ എന്താണ് എന്റെ ഈ സൗമ്യഭാവം, എല്ലാവരോടുമുള്ള സ്നേഹം, വെളിയംകോട് ഉമർഖാദിയുടെ സല്ലല്ലാഹു എന്ന ബൈത്ത് അത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ബൈത്താണ്. പ്രവാചകൻ ഉമർഖാദിയുടെ ബൈത്തിൽ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. ഇവർക്ക് മാത്രം കുറച്ചു പറ്റിയിരുന്നില്ല, ഒക്കെ ഇനി അത് മാത്രമല്ല, ഇപ്പൊ ഈ ബുർദൊക്കെ ചെല്ലി എന്താ പറയാനുള്ളറിയോ, റസൂലുള്ളാഹിനെ പറ്റി വർണ്ണിച്ചു നമുക്ക് പറയാനത് എന്തേ ഉള്ളൂ. ഇവിടെ ഇന്നലകളിൽ ബുർദയെ കളിയാക്കിയാണ് അവരുടെ സ്റ്റേജിലാണ് ബുർദ പാടുന്നതാണ്. അതേ പറയാനുള്ളൂ. നമുക്ക് അൽഹംദുലില്ലാ അവരതാണ് പാടിക്കുന്നത്. നമുക്ക് എന്തേ പറയാനുള്ളത് പറയുന്നത്, ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം മൗലായ സല്ലി വസല്ലിം ദാഇമൻ على حبيبك خير الخلق كلهم. പുതിയ ഇസ്ലാഹിൽ എഴുതുന്നു, പുതിയ ലക്കം ഇസ്ലാഹ് മാത്രമായിരുന്നു. മുജാഹിദ് പള്ളിയിലെ മിംബറെ കൊണ്ട് എഡിറ്റോറിയൽ പേജ് എഴുതിയിരിക്കുകയാണ്. നമ്മുടെ മിംബറയുടെ അവസ്ഥ എന്താണ്? കേവലം അനൗൺസ്മെന്റ് ചെയ്യുന്ന വേദിയായിട്ട് മിംബർ മാറി. പണ്ട് നമ്മുടെ ഉസ്താദ്മാർ പറഞ്ഞ കമ്പോള നിലപാടുകൾ വിളിച്ചു പറയാനുള്ള വേദിയായിട്ട് നിങ്ങളെ മിംബർ മാറിയിരിക്കുന്നു എന്ന് നമ്മുടെ പണ്ഡിതന്മാർ അന്ന് പറഞ്ഞെങ്കിൽ അവർ എഴുതി വെക്കുന്നു. ഇല്ലേ അടുത്തല്ലേ 3 മാസം മുമ്പ്, 2 മാസം മുമ്പ് രാജന്റെ പള്ളിയിൽ എന്താ ഖത്തീബ് പ്രസംഗിക്കുന്നത്? പ്രസംഗം എന്ന് പറഞ്ഞാൽ തിരിയുന്നത് മലയാളം. ഖത്തീബ് പ്രസംഗിച്ചെന്താ സമ്മേളനം നടക്കുന്നത്, എല്ലാവരും പങ്കെടുക്കണം. ഖുർആൻ ലേണിംഗ് സ്കൂളിന്റെ ഹദീസിന്റെ സംസ്ഥാന സംഗമം നടത്തുന്നത്. അപ്പൊ അതേ ദിവസം മുഖ്യമന്ത്രി ജിന്നൂരിലുള്ള സമ്മേളനം നടത്തണം. അപ്പോ ഈ ഖത്തീബ് ബോധ്യാണ്. അയാള് ഇൻസൂരി അയാൾ പറഞ്ഞു മടവൂർ കുറ്റാടി മാത്രമല്ല മൗലവി മുക്കത്തുണ്ട്, അങ്ങോട്ടും എല്ലാവരും രണ്ട്. അപ്പൊ അതേ മടവൂർ അതേ കാസർഗോഡ് ആ മടവൂരിന് പറഞ്ഞു അവിടെ മാത്രമല്ല കാസർഗോഡുണ്ട്. 3 ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കേവലം അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന സമ്മേളനം വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു അനൗൺസ്മെന്റിന്റെ വേദിയായി അപ്പോഴാ സക്കരിയാസ്ലാഹി രംഗത്തേക്ക് പറയാം. നമ്മളെ കുത്തുന്നുണ്ട് പടച്ചറത്തെ ഓരോരുത്തരുടെ ഇൻസൈഡ് ചെയ്തിട്ട് അവന്റെ ശരീരങ്ങളെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്ത് പൊതുവെയാണ് ആര് ചോദിക്കാം? നമ്മളല്ല ചോദിക്കുന്നത്. നമ്മളല്ലേ പറഞ്ഞു പറഞ്ഞാൽ അത് കേവലം ഒരു പ്രസംഗമല്ലേ. ഇപ്പൊ ഞാനിവിടെ പ്രസംഗിക്കുന്നു, ഈ പ്രസംഗത്തിന് സമയം വിഷയമില്ല, എനിക്ക് വരാൻ പറ്റില്ല, പരിപാടി മാറ്റി അല്ലേ. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചെങ്കിൽ ഞാൻ രാജനോട് പറഞ്ഞു, രാജ ദ്വീപിലാണെന്ന് പറ്റവരാൻ ഡേറ്റ് മാറ്റാം എന്നാ പള്ളിക്കത്തെ സഖീബ് വിളിച്ചിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച പ്രയാസം ശനിയാഴ്ച പറ്റുമോ? മാറ്റാൻ പറ്റുമല്ലോ. തന്നെ പ്രസംഗമാണെങ്കിൽ സമയം മാറ്റാം. ആർവന്തല്ലൂരിന് നേരത്തെ പോകേണ്ടി വന്നു, നേരത്തെ പോകാം. ദൂരത്തേക്ക് പോകാനുണ്ട്. വീക്ക് തന്നെ ഞാൻ കൊതുബോധി പോകാൻ പറ്റുമോ? ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് കൊതുണ്ടായി പോകുന്നതോ ഇല്ല. നമ്മൾ മൂല്യന്മാരെ
ഉമ്മൻചാണ്ടി ഇവിടെ പ്രസംഗിച്ചു ഉണ്ടാക്കില്ല ആരെങ്കിലും പറഞ്ഞു ഉമ്മൻചാണ്ടിന്റെ പ്രസംഗം ശരിയല്ല. ഉമ്മൻചാണ്ടി ഒരു പക്ഷം അതാണെന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തിന് വേണ്ടി പ്രസംഗിച്ചു. ആരും പറയില്ലല്ലോ. അങ്ങനെ പ്രസംഗത്തിനെങ്ങനെ രണ്ടാണ് നമുക്ക് മാനദണ്ഡമുണ്ട്. കേവലം ഒരു പ്രസംഗമല്ല, അതൊരു ആരാധനയാണ്. ആരാധന മാനദണ്ഡമാക്കേണ്ടത് ഇത്തിബാഅനിയാണ്. പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണോ പൂർവ്വരെ കാണിക്കുന്നത് അവരൊക്കെ കാണിക്കുന്നത് അറബിയിലല്ലേ, അതുകൊണ്ട് അറബിയിലാണ് ഇവരെ ഖുത്ബ എന്ത് എല്ലാം നിസ്കാരത്തിൽ കൈയിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു ഐഡന്റിറ്റി നമ്മുടെ പള്ളിക്കാർക്ക് അല്ല ഡേഞ്ചർ തുടരാൻ പാടില്ല. കെട്ടും കെട്ടി ഇപ്പൊ അതിനൊന്നും താല്പര്യമില്ല. ഇതൊക്കെ എന്ത് മുജാഹിദീങ്ങളാ, ഒരു കഥയില്ലാത്ത ആരും നമ്മൾ ആക്ഷേപിക്കല്ല. എന്തേ ഇതൊക്കെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വരേണ്ടി വന്നത്? എന്തേ ഇവരെ അടിപ്പതിക്കാൻ കാരണം? ഞാൻ പറഞ്ഞതാണ്, നല്ലൊരു നേതൃത്വം ഇവർക്കുണ്ടായില്ല. നല്ലൊരു നേതൃത്വം ഇവർക്കുണ്ടായില്ല. നല്ലൊരു പാരമ്പര്യമുണ്ടായില്ല. അഗാധ ജ്ഞാനത്തിന്റെ ഉടമകൾ അപൂർവമുണ്ടായില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് നൽകിയ സൗഭാഗ്യം അവിടെയാണ്. നമ്മുടെ നേതൃത്വം അന്ന് നമ്മൾ പറയുന്നു, ഇന്ന് പറയുന്നു, എന്നും പറയുന്നു. നമുക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ലല്ലോ. 90 വർഷം പിന്നിട്ട് സമസ്ത കേരള ജമിയത്തുലമയുടെ ഏത് ആദർശമാണ് ഇക്കാലത്തിലേക്ക് തിരുത്തിന് പറയുന്നത്? ഒന്ന് പറയട്ടെ. നമ്മൾ അന്നും ഇല്ലല്ലോ, നമ്മളെ ലക്ഷ്യമില്ലല്ലോ. നമുക്കന്ന് പറയാനുള്ളതും ഇന്ന് പറയാനുള്ളതും എന്ന് പറയാനുള്ളതും വിശ്വാസപരമായി ആദർശപരമായി നമ്മുടെ കാര്യങ്ങൾക്ക് മാറ്റവും ശരിക്കും അവരിന്നലെ പിന്നെ കുറച്ചാണ് മുജാഹിദിങ്ങനെ സുന്നിയാശിപ്പിനെ കടന്നു വരുമ്പോ വേറെ കുറച്ച് ആൾക്കാർ അങ്ങോട്ടും അതായിരിക്കാൻ പറ്റില്ല. അവരോട് എതിർപ്പുകൊണ്ട് പറയും മനസ്സിന്റെ വേദന. ഇപ്പൊ അവർ പറഞ്ഞെന്താ, ഞങ്ങളാണ് ഞാൻ ഇന്നലെ ഈബിൽ ചെന്ന് ഷംസുൽ കന്യാസ്താരി ആൾക്കാരെ നമ്മളോ അവിടെ അവരെ പോലെ ഒരു പേരെന്നറിയോ, പാവങ്ങളായ ജീവിത സഹോദരങ്ങൾ, പാവങ്ങളായ കുറച്ച് ആളുകളുടെ താരഞ്ചരിച്ചിരിക്കുന്നു. അതിന്റെ എനിക്ക് ആളുകൾ ആലോചിച്ച് നോക്കുങ്ങൾ. 1980-കളിൽ വിഭിന്നനായ ഈ പരിശുദ്ധമായ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ സുന്ദരമായ ആരുടെ കാളമ്പാടി സാധനെ കുറിച്ചല്ല പറഞ്ഞത്, കോയക്കുട്ടി സാധനെ കുറിച്ചല്ല പറഞ്ഞത്. കാലഘട്ടത്തിലെ ജ്ഞാനജ്ഞാനോടമയായ ലോകം വിശേഷിപ്പിച്ച മഹാനായ ആരാണ്? ഈ അടുത്ത് ഞാൻ പുസ്തകം വായിച്ചു. ആ പുസ്തകം ഇവരെ കൂട്ടത്തിലെ പ്രമുഖ പുസ്തകമാണ്. പുസ്തകത്തിന്റെ പേര് ഇന്നലെ. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കും ആരെക്കുറിച്ചായിരുന്നു? അത്ഭുതപ്പെട്ടു. ശംസുല്ലമ പോരാന്ന് പറഞ്ഞു പോയ ആളുകളാണ് ശംസുല്ലമയെ കുറിച്ച് ലേഖനം. അല്ലാഹു നൽകിയ സൗഭാഗ്യം. എടുത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകം അദ്ദേഹം വെറുതെ പറയില്ല.
ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൽ അദ്ദേഹം കണ്ട മഹാരഥന്മാരെ പരിചയപ്പെടുത്തുന്നു. അതിലൊന്നാമത്തെ മഹാനാരാണ് ശിഹാബ് തങ്ങൾ, രണ്ടാമത്തെ മഹാനാണ് ക്രൈസ്തവ പുരോഹിതന്മാർ ഒട്ടേറെ മുസ്ലിമീങ്ങളെ ക്രൈസ്തവ മതത്തിലേക്ക് മിഷനറി പ്രവർത്തനത്തോടെ മാറ്റിമറിക്കാൻ ശ്രമം നടത്തിയ സമയത്ത് ഇടയ്ക്കിൽ സംവാദമുണ്ടായി. ആ സംവാദത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ കിടക്കുന്നു. ആ സംവാദത്തിൽ ക്രൈസ്തവ പുരോഹിതന്മാരിൽ പലരും ഇസ്ലാമിൽ തീരത്തെ കടന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഇവരെ പറയുന്നു, ഇത് കഴിഞ്ഞപ്പോൾ വത്തിക്കാനിൽ യോഗം കേരളത്തിലെ ഇന്ത്യയിലെ കൊച്ചു സംസ്ഥാനമായ കേരളം, ആ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു മൂലയായ ഇടയ്ക്കരെ നടന്ന വിഷയത്തെ കുറിച്ച് യോഗം ചെയ്യുന്നു വത്തിക്കാനിൽ. ആ യോഗ തീരുമാനം കേരളത്തിലേക്ക് വരുന്നു. എന്താ തീരുമാനം? ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം കേരളത്തിലെ മിഷനറി പ്രവർത്തനം വേണ്ട. ആരെഴുതുന്നു? നമ്മളല്ല എഴുതുന്നത്. ഇന്നലെ ഇതിനെ ആക്ഷേപിച്ച ആളുകൾ ഇന്നലെ നമ്മൾ അന്ന് ഭാഗ്യം അന്ന് നിന്നില്ലെങ്കിൽ ബഹുമാന സഖാവിനെ പോലത്തെ ആൾക്കാർ ഇന്നെങ്കിലും വന്നു മരിക്കുന്നതിന് മുമ്പ് ഓരം കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഇവരെന്താ എന്നിട്ട് പറയും? ഒരു കാലത്ത് മാത്രമല്ല സദായുടെ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞെന്താ ഇവരൊന്നും ശരിയല്ല. ഭൂരിപക്ഷം സമൂഹത്തിന്റെ കൂടെയല്ലേ. അപ്പൊ എന്താ മറുപടി പറഞ്ഞത്? ഒരു രാജ്യത്ത് 98 പൊട്ടന്മാർ, രണ്ടാൾ നല്ലവരാണെങ്കിൽ നല്ലവരെ കൂടെ നിൽക്കാൻ നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നു എന്ന് അന്ന് പ്രഖ്യാപിച്ചു. ഇന്നും ഇപ്പുറത്ത് കൊണ്ടവർക്ക് ആരാണ്? ആരാണിപ്പോൾ നിൽക്കുന്നവർ? ആരാണെന്റെ അതിൽ ഓരോ ാണ്. ആ 34 ആലിമീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവരൊന്നും ശരിയല്ല. അത്ര ജീവിത വിശുദ്ധിയോടെ എന്റെ പ്രിയങ്കരനായ ഭാര്യപിതാവ് അമ്മാനത്ത് പട്ടിക്കാട് മുഷാവറയിലേക്ക് ഒരു ദിവസം മുഷാവറയിൽ ചെന്നു കഴിഞ്ഞാൽ അന്നൊരു കഞ്ഞിപ്പത്തിരിയാണ് ഭക്ഷണമായിട്ട് ചായ. അമ്മാനത്ത് കോഴലിസ്ഥാനിൽ സാമ്പത്തികമായ പ്രയാസം കാരണം വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് കഴിച്ചിരുന്നു. ഒരു കെട്ടിപ്പറ്റി കിട്ടിയപ്പോൾ ഉസ്താദിന്റെ വിഷപ്പടങ്ങിയില്ല. ഉസ്താദ് ഒന്നുകൂടി ആവശ്യം കൊടുത്തു കൊടുക്കുന്ന ആൾ ഒന്നുകൂടി കൊടുത്തു. മുഷാവറ കഴിഞ്ഞ് പോരുമ്പോൾ വിഭിന്നരായ മുഷാവറയുടെ ആലിമ്യങ്ങൾക്ക് വീട്ടിലേക്ക് എത്താനുള്ള ബസ് കൊടുക്കാൻ ഈ ബസ് ഫെയർ കൊടുത്തപ്പോ ബഹുമാനായ ബസ് ഫെയർ കൊടുത്തപ്പോൾ ഒരു ഇത്രയാണ് പറഞ്ഞപ്പോൾ ബസ് ഫെയർ എന്ന് പറഞ്ഞത്രേ ആ കട്ടിപ്പക്കന്റെ കാശ് കടിച്ചിട്ട് പഠിച്ചിട്ട് തന്നാൽ മതി. ഒന്നല്ലേ അനുവദിച്ചിട്ടുള്ളൂ, ഞാനിന്ന് 2 കഴിച്ചിട്ടുണ്ട്. ഒന്നല്ലേ അനുവദിച്ചിട്ടുള്ളൂ, ഞാൻ 2 കഴിച്ചിട്ടുണ്ട്. ഒന്നിന്റെ കാശ് കുറച്ച് ബാധിച്ചതാക്കുന്നത്. ആ കിട്ടിയ കാശ് ഒരിക്കലും വീട്ടിലേക്ക് എത്താൻ കഴിയില്ല. കിട്ടിയ കാശ് കൊണ്ട് ബസ് കയറുന്നു, എത്തുന്ന ദൂരം എത്തുന്നു, അവിടെ ഇറങ്ങുന്നു, ആ ദൂരം നടന്ന് വീട്ടിലേക്ക് പോകുന്നു. ഒരു കട്ടിപ്പത്തി പോലും തിന്നുമ്പോൾ പേടിയാണ്. കോടിക്കണക്കിന് പോക്കറ്റ് കിടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ പാവങ്ങൾ തട്ടിപ്പറിച്ച് പോക്കറ്റ് നാട് നടക്കുമ്പോൾ യാതൊരു പേടിയില്ല. ഒരു കേവലം കട്ടിപ്പത്തിൽ തിന്നുമ്പോൾ പോലും പേടിയാണ്. അവകാശപ്പെട്ടതല്ലയോ എന്ന് പേടിച്ചിട്ട് അതിന്റെ കാശ് തിരിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളുള്ള ഷംസുലമയെ കുറിച്ച് പറയേണ്ടതില്ല, കണ്ണീത്ത് സാധനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. അങ്ങനെയുള്ള മഹാരന്മാരായ പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിൽക്കുമ്പോ ആ മഹാന്മാരെ കുറിച്ചുള്ള പരിചയപ്പെടുന്നത് കേൾക്കുന്നത് പറയാൻ പോലും വേദനയുണ്ട്.
പ്രദേശത്ത് 98 പൊട്ടന്മാർ, 2 ബുദ്ധിമാന്മാർ. അപ്പൊ ഭൂരിപക്ഷം ഈ പൊട്ടന്മാർക്കാണ്. ഈ പൊട്ടന്മാരായ 98-ന് 2 ബുദ്ധിമാന്മാർ, അറിവുള്ളവരും ചരിത്രം പഠിച്ചവരും ദീൻ പഠിച്ചവരുമായ 2 ആളുകൾക്ക് വില കൽപ്പിക്കാതെ ഈ 98 പൊട്ടന്മാരെ ഭൂരിപക്ഷമാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പണ്ഡിത സഭ പോവുകയാണെങ്കിൽ ഈ പണ്ഡിത സഭയുടെ അധ്യക്ഷ കസേരയിൽ ഇരിക്കുന്നതിന് ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് താജുൽ ഉലമ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നോ. 98 പൊട്ടന്മാരാണ് എന്ന് പറഞ്ഞാൽ സമസ്തയിലുള്ളവരൊക്കെ പൊട്ടന്മാരാകുന്നതിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പേടിച്ചിട്ടാണ് താജുൽ പോയി 1989 മർഹൂം മേനോന്റെ നിർദ്ദേശപ്രകാശം മേനോനിയെടുത്ത് മരിച്ചു എന്നാണ് അങ്ങനെയല്ലേ ചരിത്രമുള്ളത്? ശരിയാണല്ലോ. നമ്മുടെ ഞാനിപ്പോ പിന്നെന്താ പ്രശ്നം? ശംസും മരിക്കുന്ന സമയത്ത് പറഞ്ഞത്രേ ഇവര് ശരിയല്ല, ശരിയല്ല. അങ്ങനെ ശംസും മരിക്കുന്ന സമയത്ത് പറഞ്ഞത്രേ എന്നെ കബളിക്കപ്പെട്ടതാണ്, എന്നെ വഞ്ചിക്കപ്പെട്ടതാണ്, ഞാൻ അറിയാതെ പോയതാണ്. വിവരമില്ലല്ലോ നമുക്ക് അങ്ങനെ കുടുങ്ങി മരിക്കപ്പെട്ടു. അപ്പൊ ശംസുൽ മുഹമ്മദ് ഞാൻ വരപ്പില്ല. ആരാ പറഞ്ഞു ശംസുലുലമയെ ശംസുല് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും കാവൽ നിൽക്കുകയും ചെയ്ത കാന്തപുരം ഉസ്താദിൽ നിന്ന് അടർത്തി മാറ്റി തങ്ങളുടെ അസൂയയും അഹന്തയും തങ്ങളുടെ കാപട്യങ്ങളും ചെലവാക്കാൻ മുസ്ലിം സമുദായത്തിൽ വ്യക്തിത്വമുള്ള ഒരു പണ്ഡിതൻ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ആ ശംസുലുലമയെ ബലിയാടാക്കുകയായിരുന്നു ഈ കക്ഷികൾ. ഇത് ശരിക്കും മനസ്സിലാക്കിയത് ആരാണ്? എസ്കക്കാരന്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയട്ടെ, കറാമത്തുള്ള പണ്ഡിതനായ ശംസുൽ ഉലമ. പണ്ഡിതനായ ശംസുൽ ഉലമ അൽഹംദുലില്ലാഹ് ഏറ്റവും വലിയ കറാമത്ത് അത് തന്നെയാണ്. നിങ്ങളെ നാവുകൊണ്ട് അല്ലാഹു പറയിപ്പിച്ചു ശംസുൽ ഉലമ കറാമത്തുള്ള മഹാനാ. ആ കറാമത്തുള്ള മഹാനെതിരെയാണ് സഖാഫി ഒരു കാലത്ത് 2ാം പ്രതിയാക്കി കേസ് കൊടുത്തത്. എന്തേ അന്ന് പറഞ്ഞത്? മൻ ആദാനി വലിയ ഫഖദ് ആദൻതുഹു ബിൽ ഹറബ. എന്റെ ഔലിയാക്കളോട് ആര് ശത്രുത വെച്ചോ അല്ലാഹു പറയുന്നു ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ്. അതാണ് നിങ്ങൾ തലപൊന്താത്തത്, അതാണ് നിങ്ങൾ ഉയരാതിരിയാത്തത്. റബ്ബ് പ്രഖ്യാപിച്ച യുദ്ധമാണിത്. കണ്ടോ, അല്ലാഹു പറഞ്ഞിട്ടില്ല മദ്യപിച്ചതിനോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല, വ്യഭിചരിച്ചതിനോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. അല്ല പറഞ്ഞൊരു പ്രഖ്യാപനമില്ല. വലിയ ഔലിയാക്കളോട് ആര് ശത്രുത കാണിച്ചോ, എന്റെ ഔലിയാക്കളോട് ആര് ശത്രുത കാണിച്ചോ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. സഖാഫി പറഞ്ഞില്ല ശംസുൽ ഉലമ കറാമത്തുള്ള മഹാനാണ്. അൽഹംദുലില്ലാഹ് ഔലിയാക്കപ്പെട്ട ആളാണ്. ആരേ? ശൈഖുനാ ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമക്കെതിരിലാണ് കൂടെ ഒരു കാലം കേസ് കൊടുത്തത്. ഇതേ സഖാഫി തന്നെ മറ്റൊരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. മഹാനായ കണ്ണേത്ത് ഉസ്താദ് വലിയായിരുന്നു. അൽഹംദുലില്ലാഹ് അന്ന് സമസ്തയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ കറാമത്തുള്ളവരാണ്, ഔലിയാക്കളാണ്. അതെ, ഔലിയാക്കെതിരിലാണ് നിങ്ങൾ കേസ് കൊടുത്തത്, പ്രശ്നമുണ്ടാക്കിയത് അവർക്കെതിരില്ല. സമസ്തന്റെ മുഷാവറ നടന്നല്ലോ. ആ മുഷാവറയിലെ ശക്തമായ മുദ്രാവാക്യങ്ങൾ കടന്നു വരുന്നതോ ഔലിയാക്കെതിരിലാണ്. അല്ല പറയുന്നത് അവനോട് യുദ്ധം വിളിക്കാൻ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ ചേർക്കുന്നു. എന്തായിരുന്നു എവിടെ ഇപ്പൊ ഇങ്ങനെ ഏട്ടൊക്കെ പ്രത്യക്ഷം പറയുന്നുണ്ട്. അപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ എനിക്കിത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 2ാം ഞാൻ അവിടെ തന്നെ ഞാൻ കിട്ടാൻ കാത്തിക്കാൻ കുറെ കാലായി ഒന്ന് വരട്ടെ. ഇവിടെ വന്ന് മജിനോട് ക്ലിപ്പത്തിലുണ്ടോ? ഞാൻ പറഞ്ഞു സാധുക്കളും ഉണ്ടണ്ടേ.
ഇവരൊന്നും നാവ് തുറന്നല്ലേ ഏതായാലും എന്നപ്പോ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ ബാക്കി അവിടെ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കട്ടെ. ഇതെന്താ പറഞ്ഞത്? അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വന്നുപോകുന്ന സല്ലത്തുകൾ, അവരുടെ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വരുന്ന കാലിടർച്ചകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹ് കഴുകിക്കളയുന്നതാണ്. ഓ മുസ്ലിങ്ങളെ, മഹാനായ ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞ് ഇനിയൊരു മുസ്ലിമിന്റെ രക്തം ഈ രാജ്യത്ത് ചിന്താൻ പാടില്ല. ആരാ തലാഫി ചിന്തിയത് നമ്മളാണോ? അല്ലല്ലോ. ശംസുൽ ഉലമയുടെ പോക്ക് ശരിയല്ല, ശംസുൽ ഉലമ ശരിയല്ല, ഈ മദ്രസ ശരിയല്ല എന്ന് പറഞ്ഞ് ഇടച്ചുമര് വെച്ച് നിങ്ങളാണോ? അല്ലല്ലോ. ശംസുൽ ഉലമയുടെ മദ്രസയല്ലേ, ശംസുൽ ഉലമ അംഗീകരിക്കുന്ന പള്ളിയല്ലേ? ആ ഈക്കാര പള്ളി ശരിയല്ല, ഈക്കാര മദ്രസ ശരിയല്ല എന്ന് പറഞ്ഞ് പേരും പറഞ്ഞ് നാട്ടിൽ രാഷ്ട്രമുണ്ടാക്കി നമ്മളാണോ? അല്ലല്ലോ. സഖാഫി നിങ്ങളല്ലേ. ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞുകൊണ്ടൊരു മഹല്ലത്തിനും ഇനി അടിയുണ്ടാകാൻ പാടില്ല. അടിയുണ്ടാകുന്നത് നിങ്ങളാണോ? എത്ര മഹല്ലത്തുകളിലെ പ്രവർത്തകന്മാരെ ഈ കൈകാര് ശരിയല്ല, ഈ കൈകാര് ശരിയല്ലെന്ന് പറഞ്ഞ് എത്ര നാട്ടിലാണ്ടാകിയത്. ഇപ്പൊ പറയുന്നത് അരുത് അരുത് ഇതിലുണ്ടാക്കിക്കൂടാ. കാരണം മരിക്കുന്നതിന് മുമ്പ് മഹാനായ ശംസുൽ ഉലമ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് ഞാനിതിൽ നിന്ന് വർഷത്തിൽ ഞാനിന്ന് ഒഴിവാണ്. ആരോട് മമ്പാട്ടേക്കൊരു ഫോണ് അടച്ചറേ സക്കാഫിയല്ലേ ഞാൻ മരിക്കാൻ പോവുകയാണ്, സംശയം ഒഴിവായിക്കണോ? പറഞ്ഞില്ല. അതും വെളിപ്പെടുത്തിയവിടുന്ന കർണാടകയിൽ പോയി ഈ സാധു കർണാടകയിൽ വന്നപ്പോൾ ഇത് ഏതാ കാലം മുന്നേ നിങ്ങൾ അവിടെ ഞങ്ങൾക്ക് വിപ്പാക്കും. പിന്നെ കർണാടക പഴയ കഥ കൊല്ല. കർണാടകയിലെ യാത്രയോട് അനുഭവമില്ല. കർണാടകയിൽ അവർ യാത്ര നടത്തുന്ന നമുക്ക് വലിയ നേട്ടം. പണ്ടൊക്കെ കർണാടകയിൽ പോകുമ്പോൾ ചെറിയ സദസ്സുകളാണെങ്കിൽ 10,000 ചതിച്ചുകൊടുത്ത സദസ്സുകളാകുന്ന എന്താ അറിയാം അവിടെ ഇവിടെ പരിപാടിക്ക് വലിയ കാരണം കോവിഡ് തിരിച്ചറിഞ്ഞ് ഇവര് മനസ്സിലാക്കിയ അത് പൊന്തിയ ആൾക്കാരൊക്കെ പിന്നാലെ പോകും. ഒരു പൊന്തിയ വാഹനം അതിനായത്തിറങ്ങി ഈ മുലരിങ്ങനെ ഒരു വാഹനം എന്താണത്? ഉയർത്തുന്നൊക്കെ നമ്മളും പഠിച്ചു. അല്ല ഇരിക്കട്ടെ. എന്നെ പറഞ്ഞ വാക്കുന്ന ശംസുൽ ഉലമ മരിക്കുന്ന സമയത്ത് പറഞ്ഞു പത്രേ ഞാൻ സമസ്തയെന്ന് ഒഴിവാ. കാരണം ശംസുൽ പറഞ്ഞദ്ദേഹം പറയട്ടെ എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് മരിച്ചുപോയത്. താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നു, താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു. തന്റെ കൂടെയുള്ളവർ ചതിയന്മാരും അസൂയാലുക്കളുമാണ്, അവർ തന്നെ ചതിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് മഹാനായ ശംസുൽ ഉലമക്കുണ്ടായിരുന്നു. തന്റെ കൂടെയുള്ള കണ്ണീർ തന്നെ ചതിച്ചു, ഷിഹാബ് തന്നെ ചതിച്ചു, KT മാണി KV ഉസ്താദ് ചതിച്ചു, തന്റെ കൂടെയുള്ളവരൊക്കെ ചതിയന്മാരായിരുന്നു. എനിക്കിപ്പോൾ മനസ്സിലായി ാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ സംസ്ഥയിൽ ഇവിടെ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞു. എങ്ങനെയുണ്ട്? അല്ല സാരങ്ങൾ പോറ്റാൻ പറ്റും. എന്താണ് നിങ്ങൾക്ക് നുണ പറയാൻ എത്ര വർഷമായി ഇതുവരെ നമ്മൾ കിട്ടില്ല. നന്നൊക്കെ പറയണമെങ്കിൽ ഇപ്പൊ മൂപ്പർക്ക് എന്നാ ഇയാളെ കേട്ടോളി. അടുത്താട് പറഞ്ഞ ശംസുലും അങ്ങോട്ട് ആയിട്ടുണ്ട്. കണ്യത്തുസ്താദ് വലിയ മഹാനാണ്. കണ്യത്തുസ്താദ് പ്രശ്നമൊന്നുമില്ല. എന്താ കണ്യത്തുസ്താദ് വഫാത്തായി, ഉള്ളാളെ നിന്ന് പ്രശ്നമുണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ശംസുലും വഫാത്തായി, സെക്രട്ടറി ആയി. വേറെ അതല്ല എങ്ങനെ
കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ഇങ്ങനെ ഉള്ളവരാണ്. പിന്നെ പ്രസിഡന്റ് മരിച്ചാൽ ആര് സംഭവിച്ചു. ജനറൽ സെക്രട്ടറി ശംസുലമയായിരുന്നു ജനറൽ സെക്രട്ടറി. ശംസുൽ വഫാത്തായപ്പോ സ്വാഭാവികമായിട്ടും ജോയിന്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഈ ചെറുപ്പക്കാരായ ഈ ചരിത്രം പഠിക്കാൻ അങ്ങനെയുള്ളൂ. പിന്നെ ഇവര് ആരെയാണ് ഞാനിവിടെ പറയുന്നതിന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ പറയുന്ന ശംസുല്ലമ മഹാനാണ്, കണ്ണിയത്ത് ഉസ്താദ് മഹാനാണ്. ഒരു കാലത്ത് ആ ശംസുല്ലമയല്ലേ വേദനിപ്പിച്ചത്, ആ കണ്ണിയത്ത് ഉസ്താദിനെയല്ലേ വേദനിപ്പിച്ചത്. ഇപ്പൊ നിങ്ങൾ പറയുന്നവർ രണ്ടുപേരും നല്ലവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് അവർ മരണപ്പെട്ട ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂറ്റൻ കളവർ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോൾ ആ പ്രസിഡന്റ് പദവിയിലേക്ക് ഇദ്ദേഹം കടന്നു. ജനറൽ സെക്രട്ടറിയായ ശംസുൽ വഫാത്തായപ്പോൾ ആ പദവിയിലേക്ക് ആരും കടന്നു. വഫാത്താകുന്നത് ഏത് കാലഘട്ടത്തിലാണ് ഒരു പ്രസിഡന്റ് വന്നത്? 1989 ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലേ? 89 ശംസുൽ വഫാത്താകുന്ന കണ്ണിയത്ത് വഫാത്താകുന്ന 1993 കണ്ണിയത്ത് സ്ഥാപം 96 ശൈഖുന ശംസുലമയും ഈ 89 96 വരെയുള്ള കാലങ്ങളിൽ ശൈഖുന ശംസുൽ കണ്ണിയത്ത് ഉസ്താദിന് ഒരാൾ പ്രസിഡന്റായിക്കൊണ്ട് 93 വരെയും ജനറൽ സെക്രട്ടറി 96 ാണ്. എന്തൊരു കളവാണി പറയുന്നത്. ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ ഇരിങ്ങലിനോട് പ്രത്യേകിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ മമ്പാട്ടുകാരൻ വന്നപ്പോ ആൾക്കാരൊന്നും മിണ്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് രണ്ടാം നേരമൊക്കെ ശരിക്കും ഞാൻ ചോദിച്ചു, ഈ പറഞ്ഞത് ശരിയാണോ? ആണെങ്കിൽ അടുത്ത പുസ്തകം എന്റെ കയ്യിലുണ്ട്. എം.എ. അബ്ദുൽ ഖാദർ എഴുതിയ പുസ്തകം. എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിം എഴുതി വെച്ചത്. അദ്ദേഹം പറഞ്ഞ 89 സമസ്ത പിറന്നപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ഒരു ഭാഗത്ത് പ്രസിഡന്റായിട്ടും ഉള്ളാളങ്ങൾ മറുഭാഗത്ത് പ്രസിഡന്റുമായിക്കൊണ്ട് രണ്ടാമത് സംസ്ഥ രൂപീകരിക്കേണ്ടി വന്നു. ഇപ്പുറത്ത് കണ്ണിയത്ത് ഉസ്താദ്, അപ്പുറത്ത് ഉള്ളാളങ്ങൾ. ഇയാൾ പറഞ്ഞപ്പോ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോൾ പ്രസിഡന്റായിട്ടുള്ള ആളുകൾ തെരഞ്ഞെടുത്തു. ഞാൻ അടുത്തുള്ളപ്പോഴും ഇങ്ങനെയാണ് നീണ്ട കാലം ബഹുമാനമുള്ള താജുലുലമ സമസ്തയുടെ അധ്യക്ഷനായി നിലനിന്നത്. ആ ഇതിലാണ് നാം പ്രവർത്തിക്കുന്നത്. അല്ലാഹു കബൂലാക്കട്ടെ. മഹാന്മാരൊക്കെ ഉള്ളപ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് ശംസുലുലമ. അല്ലാഹു ആ ശംസുലുലമ സെക്രട്ടറി ആയപ്പോൾ അന്ന് ഈ കാണുന്ന വലിയ പണ്ഡിതന്മാരൊക്കെ ഉള്ള അക്കാലത്ത് പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ അന്ന് ബഹുമാനപ്പെട്ട ശംസുലുലമയുടെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കാൻ ശംസുലുലമ ഇല്ലാത്തപ്പോൾ ആധികാരികമായി ആ കാര്യം ചെയ്യാൻ ഒരു പണ്ഡിത നേതൃത്വത്തിലുള്ള ആള് വേണ്ടേ? അന്ന് ഈ പണ്ഡിതന്മാരെല്ലാവരും തെരഞ്ഞെടുത്തിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ സാന്തപുരം ഉസ്താദ്. അന്നത്തെ സെക്രട്ടറി പ്രിയപ്പെട്ട സഹോദരന്മാരെ സെക്രട്ടറി വഫാത്തായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയിന്റ് സെക്രട്ടറി വന്നു. ഇപ്പോൾ സമസ്തക്ക് ഒരു അധ്യക്ഷൻ ഒരു സെക്രട്ടറി. ഇപ്പൊ ഒരു അധ്യക്ഷൻ ഒരു സെക്രട്ടറി. ശംസുൽ വഫാത്തായപ്പോൾ ആ കസേരയിലേക്ക് കാന്തപുരം വന്നു.
അങ്ങനെയുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. ഇപ്പൊ സമസ്തക്ക് ഒരു പ്രസിഡന്റും ഒരു സെക്രട്ടറി. ആ പ്രസിഡന്റ് എപ്പോ ആരാണോ ആരെങ്കിലും അതിന്. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ അവരുടെ കളവിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മളോട് മനസ്സിലാക്കേണ്ടത് എന്താ? അവർക്കും പറയാൻ ആഗ്രഹിക്കുന്നു, അവരും കൊതിക്കുന്നു. ഞങ്ങളുടെ നേതാവ് ഉസ്താദായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ നേതാവിനെ എടുത്തു കാണിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ, അവരുടെ നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ അവരും പറയുന്നു നല്ലവരായ നേതൃത്വം എന്ന് പറയുന്നത് അത് കണ്ണിയ ഉസ്താദിന്റെതാ, ശംസുൽ ഉലമയുടേതാ. ഓ മുസ്ലിമീങ്ങളെ, ഗൗരവത്തോടെ ചിന്തോടുകൂടി ഇവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ നേതാവ് കണ്ണിയ ഉസ്താദായിരുന്നുവെങ്കിൽ, ശംസുൽ ഉലമയായിരുന്നുവെങ്കിൽ. നിങ്ങൾ അറിയണം, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കാരാ, ആ കണ്ണിയ ഉസ്താദിനെ ഒന്നാം പ്രതിയാക്കി ശംസുൽ ഉലമയെ രണ്ടാം പ്രതിയാക്കി കേസ് കൊടുക്കുന്ന വിധിയെന്താ? കണ്ണിയ ഉസ്താദിന് ഒന്നാം പ്രതിയാക്കി കേസ് കൊടുക്കില്ലേ? ഞാനൊരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ എന്താ മറുപടി അറിയോ? അവരെ കൂട്ടത്തിലൊരു മാഷുണ്ടായിരുന്നില്ല, അയാളൊക്കെ വല്ലാ കാണാനല്ല. അയാളെ കണ്ണിയ ഉസ്താദിനും ശംസുൽ ഉലമക്കും കേസ് കൊടുത്തിട്ടില്ല. പിന്നെയോ ഞങ്ങൾ കേസ് കൊടുത്ത് സമസ്തന്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും എതിരെയാണ്. ആ പുതിയ കുട്ടികളെന്താ മനസ്സിലാക്കാം, അത് വേറെ ആരെങ്കിലും ആയിരിക്കുമല്ലേ? എന്നായിരിക്കും. ആരാ കൂട്ടരെ അന്നത്തെ പ്രസിഡന്റ്? ആരാ അന്നത്തെ പ്രസിഡന്റ്? സമസ്തയുടെ നിങ്ങൾ കേസ് കൊടുക്കുമ്പോഴുള്ള പ്രസിഡന്റ് ആരാ? റഈസുൽ മഹദിക്ക് അന്നത്തെ ജനറൽ സെക്രട്ടറി ആരാ? അന്നത്തെ ജനറൽ സെക്രട്ടറി ആരാ? ശൈഖുനാ ശംസുൽ ഉലമാഇ എന്ത് കുറവാണ് അവർക്കുള്ളത്, എന്ത് ന്യൂനതയാണ് പറയാനുള്ളത്? ഒരു ഹറാമായ കാര്യത്തെക്കുറിച്ച് ഒന്ന് ആരോപിക്കാൻ പോലും കഴിയുമോ? അവരെ കുറിച്ചില്ലല്ലോ, ഒരാളും പറഞ്ഞിട്ടില്ലല്ലോ. ശംസുൽ ഉലമ ഇന്ന ഹറാമ് ചെയ്ത ആളാണ്. കണ്ണിയ ഉസ്താദിനെ കുറിച്ച് ഇന്നേ വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കണ്ണിയ ഉസ്താദിന് ഹറാമ് ചെയ്ത ആളാണ് ഒരു ആരോപണമെങ്കിലും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മൊറീബാത്തിന്റെ നേതാവിനെ കുറിച്ചോ? മൊറീബാത്തിന്റെ നേതാവിനെ എത്തിയിട്ട് പൊന്മുടത്തിൽക്കാർ മുസ്ലിം എന്താ? ഉസ്താദിനെ കുറിച്ച് ആരോപിക്കപ്പെടാൻ ഒന്നും ബാക്കിയില്ല, സബോൽ മൂപ്പിക്കാത്തതൊക്കെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഉസ്താദിന്റെ മഹത്വം പറഞ്ഞതാ. ഉസ്താദിന്റെ ഫളായിൽ എന്താണ്? ഉസ്താദിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അസ്ബുൽ മൂബിക്കാ, 7 സന്തോഷങ്ങളെ കൂട്ടത്തിൽ ഇനി ഒന്നുമേ പറയാൻ ബാക്കിയില്ല. എല്ലാം ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. കണ്ണൂർ വെച്ചുകൊണ്ട് ഒരു പ്രസംഗിച്ച പുസ്തകമാണ്. എല്ലാ സന്തോഷങ്ങളും 7 പറയുന്നുണ്ട്. കണ്ണിയ ഉസ്താദിനെ കുറിച്ചൊന്നും ഇവർ പറയട്ടെ, ഒന്ന് പറയട്ടെ, ഇവർ ചൂണ്ടിക്കാണിക്കട്ടെ. ഇവർ പറയണ്ട. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വായക്കാട് പോയിട്ട് മുജാഹിദിന് മറുപടി പറഞ്ഞപ്പോ അന്ന് ഞാൻ വായക്കാട് മുജാഹിദിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ അടുത്ത മറുപടിക്ക് വരുമ്പോ വേറൊന്നും നിങ്ങൾ പറയണ്ട. കണ്ണിയ ഉസ്താദ് നാട്ടുകാരനാണ്, നിങ്ങൾ കണ്ടവരാണ്. ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ, ഞാൻ കണ്ണിയ ഉസ്താദിന്റെ ജീവിതം നേരിട്ട് കണ്ടിട്ടില്ല എന്ന് സങ്കല്പിച്ചാൽ പോലും നിങ്ങൾ കണ്ടവരല്ലേ, നിങ്ങളെ നാട്ടിൽ വളർന്ന വ്യക്തിയല്ലേ, നേരിട്ട് കണ്ടവരല്ലേ, അനുഭവിച്ചവരല്ലേ. അടുത്ത മറുപടിക്ക് വരുമ്പോ കണ്ണിയ ഉസ്താദ് ഇന്ന് ഹറാം ചെയ്തു എന്ന് ഒന്ന് ആരോപിക്കാൻ കഴിയുമോ? ഞാൻ 18 വർഷം പിന്നിട്ട് കഴിഞ്ഞു, ഇന്നേ വരെ ഒരു മുജാഹിദ് പറഞ്ഞിട്ടില്ല കണ്ണിയ ഉസ്താദ് ഇന്ന് ഹറാം ചെയ്താളാ. ഒരു മുജാഹിദിന് പോലും പറയാൻ കഴിയുന്നില്ല, ഒരാൾക്കും പറയാൻ കഴിയുന്നില്ല. കണ്ണിയ ഉസ്താദിന് എത്ര ഹറാമ് സംഭവിച്ചു പോയില്ലല്ലോ. എത്ര ജീവിത വിശുദ്ധിയോടെ ജീവിച്ച മഹാനാ, എത്ര ജീവിത വിശുദ്ധിയോടെ ജീവിച്ച മഹാനാണ്. അള്ളാഹു ഏറ്റെടുത്ത മഹാനല്ലേ, അള്ളാഹു സ്വീകരിച്ച മഹാനല്ലേ. കണ്ടില്ലേ, പുളിക്കൽ വെച്ചുകൊണ്ട് മഹാനായ കണ്ണിയ ഉസ്താദിനെ ദുആ ചെയ്യാൻ കൊണ്ടുപോയില്ലേ? മഴയില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോ പുളിക്കലങ്ങാടിക്ക് തൊട്ടപ്പുറത്തല്ലേ ചെറുപത്തുമെന്ന് പറയുന്ന പ്രദേശത്ത് കണ്ണിയ ഉസ്താദിനെ ദുആ ചെയ്യാൻ കൊണ്ടുപോയില്ലേ? കണ്ണിയ ഉസ്താദ് പോയി ദുആ ചെയ്തല്ല, പടച്ച റബ്ബേ മഴയില്ല, വെള്ളമില്ല, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ഹുസ്നാ
അല്ലാഹു മുസ്കിനാ ഗൈസൻ മുഗീസാ. കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ ഇട്ടിട്ടില്ലേ? കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ കേൾക്കാറില്ലേ? ഒരു കാലത്ത് കുട്ടിക്കാട് ജാമിയാനൂർ അറബിയിലേക്ക് നമ്മൾ നേരത്തെ ഓടിച്ചെന്നിരുന്നില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആയാണ് അതും നടക്കുക. അതൊന്ന് കേൾക്കാൻ വേണ്ടി എത്ര ആവേശത്തോടുകൂടെ ഓടി ചെല്ലാറുള്ളത്. കണ്ണിയത്ത് ഉസ്താദ് യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ വൽ അർശിൽ മജീദ് യാ ഫആലൽ ലിമാ യുരീദ് യാ ഫആലൽ ലിമാ യുരീദ്. കണ്ണിലൂടെ വെള്ളം ചാരിക്കൊണ്ടുള്ള ആ കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആക്ക് നിങ്ങൾ കണ്ടമിടറിക്കൊണ്ട് ആമീൻ പറയാറില്ലേ? ആ കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുപോയി പുളിക്കലിലേക്ക് ദുആ ചെയ്യാൻ മഴയില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് പോയിട്ട് ദുആ ചെയ്ത് യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ ദൽ അർശിൽ മജീദ് യാ ഫആലൽ ലിമാ യുരീദ് അല്ലാഹു മുസ്കിനാ ഗൈസൻ മുഗീസാ. കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ കഴിഞ്ഞു, മഴ പെയ്തില്ല. എല്ലാവരും എണീക്കാൻ തുടങ്ങി. കണ്ണിയത്ത് ഉസ്താദ് എണീറ്റില്ല. കണ്ണിയത്ത് ഉസ്താദ് എണീറ്റില്ല, അവിടെ ഇരുന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ ശൈലി അങ്ങനെ വർത്താനം പറയുമ്പോൾ പോലും ഉറക്കെ പറഞ്ഞു, മൈക്ക് ഓഫാക്കിയതില്ല. കണ്ണിയത്ത് ഉസ്താദ് വർത്താനത്തിലൊക്കെ പറഞ്ഞു, മഴ പെയ്തിട്ടില്ലെങ്കിൽ അഹമ്മദ് എണീക്കൂല, മഴ വന്നിട്ടില്ലെങ്കിൽ ഞാനോട് എണീക്കൂല. അതെങ്ങനെ പറയാൻ കഴിയാ? നമ്മളങ്ങനെ എണീക്കൂല, അവിടെ ഇരിക്കേണ്ടി വരും. എത്തിക്കാഫിന്റെ നെയ്യത്തോടുകൂടെ പന്തലിലും സ്റ്റേജിൽ എത്തിക്കാഫിന് കൂലിയും കിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ എണീക്കൂല. സുബ്ഹാനല്ലാഹ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കല്ലേ കാർമേഘം ഉരുണ്ടുകൂടുകയാണ്, ശക്തമായ മഴ പെയ്യുകയാണ്. കണ്ണിയത്ത് ഉസ്താദ് പോകുന്ന വാഹനത്തിലേക്ക് തിരിച്ചു കയറുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഴ കൊണ്ടുകൊണ്ടാണ്. നിങ്ങൾ ഇന്നും ചെല്ലോടെ പോയാൽ പ്രായം ചെന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ, അവർ പറഞ്ഞു തരും ആ സംഭവമൊക്കെ. എന്റെ കണ്ണിയത്ത് ഉസ്താദ് ദുആക്കുത്തരം കിട്ടുന്ന മഹാനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിശ്ചയമായിട്ടും അല്ലാഹുവിന്റെ അടിമകളുണ്ട്. അവർ അല്ലാഹുവിന്റെ മേൽ ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് നടപ്പിൽ വരുത്തി കൊടുക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെന്നാ പറഞ്ഞത്. അവരെ കുറിച്ച് പറഞ്ഞെന്താ? അഖബറാനാ. എന്താ കാണാൻ വലിയ ഉത്സാഹം ഉണ്ടാവൂല, അടിക്കടിക്ക് മാറ്റുന്ന ഡ്രസ്സൊന്നും ഉണ്ടാവൂല, പൊന്തുന്ന വാഹനമൊന്നും ഉണ്ടാവൂല. പക്ഷേ കാണാനൊന്നുമില്ലെങ്കിലും റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ടാവും. അവരെങ്ങാനും അല്ലാഹുവിനോട് സത്യം ചെയ്ത് ഒരു കാര്യം നടപ്പിലാക്കുന്നു പറഞ്ഞാൽ നടപ്പിൽ വന്നിരിക്കും. ഹദീസാണത്, ഹദീസാണ്. ഇനിയിപ്പോ ആ ഹദീസും തള്ളു, അല്ലാഹു അഅലം. ഹദീസൊക്കെ റബ്ബേ മുജാഹിദിനേക്കാളും അധികം ഹദീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു ഹദീസ് പറഞ്ഞാലും അതിൽ ഉണ്ടെന്ന് റഹബി പറഞ്ഞിട്ടുണ്ടല്ലോ. ആര് മൗലാന പറയണേ? ചെറിയ വിഷയം വരുമ്പോഴേക്കിനെ കുറിച്ച് ഉണ്ട് പറയാം. എന്റെ കണ്ണിയത്ത് ഉസ്താദിന് സാധിച്ചത്, ഇരുന്ന ഇരിപ്പിലിരുന്നിട്ട് കണ്ണിയത്ത് ഉസ്താദിന് മഴ കിട്ടാതെ അഹമ്മദ് പറഞ്ഞ് എണീക്കില്ലെന്ന് പറയാ. കണ്ണിയത്ത് ഉസ്താദിന് സാധിച്ചത് എന്തുകൊണ്ടാ? അവിടുത്തെ ജീവിത വിശുദ്ധി കൊണ്ടാ. എന്നാൽ മറുവിഭാഗത്തിന്റെ നേതാവിനെ കുറിച്ച് അവർ തന്നെ പറഞ്ഞെന്താ? ഈ ഉസ്താദിനെ കുറിച്ച് ആരോപിക്കപ്പെടാൻ ഒന്നും ബാക്കില്ല കേട്ടോ. പൊന്മിളട്ടോ, ചിലപ്പോ ഇരുത്തി കുത്തിയതായിരിക്കും, പറയാൻ പറ്റൂല. എന്തേ സൗണ്ട് പറഞ്ഞു വരുത്തിയ അപരാധം, കുറ്റങ്ങൾ നാം എണ്ണി നോക്കിയാൽ അസ്സബഉൽ മൂബിഖാത്ത് എന്ന് പറയുന്ന 7 വൻകുറ്റങ്ങൾ, അല്ലെങ്കിൽ അതിൽ അധികമുള്ള വൻകുറ്റങ്ങൾ, ആ വൻകുറ്റങ്ങളെല്ലാം പറഞ്ഞു. കൊലയാളിയാണെന്ന് പറഞ്ഞു, പിന്നെ കള്ളുകുടിയനാണെന്ന് പറഞ്ഞു, പിന്നെ വ്യഭിചാരിയാണെന്ന് പറഞ്ഞു, അതും പറഞ്ഞു. പിന്നെ എന്തൊക്കെയുണ്ടോ ഇങ്ങനെ ഒക്കെ മനസ്സിലായി. മുൻപകത്ത് കുറെ ഉണ്ടോ? ഒക്കെ പറയണ്ട, സമയമല്ല ഇവിടെ, എനിക്ക് പോകണം. ഏത് സന്തോഷമുള്ള ഒക്കെ പറഞ്ഞു. ഒരു ഫലായിൽ പറഞ്ഞതാണ്, സ്ഥാന മഹത്വം പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ചിന്തിക്കൂ, ഇത് ദുനിയാവിന്റെ സംഘടനയല്ല. ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയാൽ പരലോകത്ത് ചെന്ന സ്വർഗം സമ്പാദിക്കണമെങ്കിൽ സ്വാലിഹീങ്ങളെ കൂടെ നിന്നോ. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. മറക്കണ ചെല്ലട്ടെ, വെള്ളിയാഴ്ച രാവിലെ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ, പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ഹദീസ്
അൽഹംദുലില്ലാഹ്, ഞാൻ നിർത്താൻ പോവുകയാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടെന്നറിയോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് യഥാർത്ഥത്തിൽ കാണിച്ചത് സമസ്ത ആലിമീങ്ങളാണ്. കണ്ടത് നിങ്ങൾ എല്ലാ ഇടങ്ങളിലും ഇടപെടുന്നിടത്തൊക്കെ ഇടപെട്ട് ശരിയായ രീതിയിൽ സമസ്തയെ മുന്നോട്ട് കൊണ്ടുപോകും. സുന്നത്ത് ജമാഅത്ത് കണ്ടോ, മറ്റൊന്നും പറയാൻ കഴിയുന്നില്ലല്ലോ. സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് മിണ്ടാൻ പോലും വരും കഴിയുന്നില്ലല്ലോ. നമ്മൾ അൽഹംദുലില്ലാഹ് സംവാദങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത്തരം സംവാദങ്ങൾ ഇപ്പൊ നടന്നു. അൽഹംദുലില്ലാഹ് എതിരാളികൾ പോലും സമ്മതിക്കുന്നു. സമസ്തയുടെ പ്രവർത്തകന്മാരുടെ മുന്നിൽ സംവാദത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എതിരാളികൾ പോലും സമ്മതിച്ചു. അള്ളാഹു നമുക്ക് ചെയ്ത ഒരു അനുഗ്രഹമാണ്. എന്തുകൊണ്ട്? ഈ ആലിമീങ്ങളുടെ മഹത്വമുണ്ട്. അങ്ങനെയുള്ള സ്വാലിഹീങ്ങളെ കൂടെ നിൽക്കുക. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ മഹ്ശറാവൻസബ് നടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധരായ സ്വാലിഹീങ്ങളോട് അള്ളാഹു പറയുമത്രേ, സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക. സഹീഹ് മുസ്ലിമിൽ ഹദീസാ ഞാൻ ഉദ്ധരിക്കുന്നത്, പറയുമ്പോഴൊക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്നേക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വാലിഹീങ്ങളോട് സ്വർഗത്തിലേക്ക് പോകാൻ പറയുമ്പോ സ്വാലിഹീങ്ങളായ ആളുകൾ പറയുന്നതല്ല, ഞങ്ങൾ സ്വർഗത്തിൽ കിടക്കൂല റബ്ബേ, ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകില്ല അല്ലാ. നിങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ അറിയുന്ന ഞങ്ങളെ സ്നേഹിച്ചൊട്ടേറെ ആളുകൾ, ഞങ്ങളോട് മഹബ്ബത്തുണ്ടായിരുന്ന ഒട്ടേറെ ആളുകൾ, ഞങ്ങളോടുമായി ബന്ധമുണ്ടായിരുന്ന ആളുകൾ, ഞങ്ങളെ കൂടെ നിസ്കരിച്ചിരുന്ന കുറെ ആളുകൾ, അല്ലാഹുവേ ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങൾ വന്നുപോയ പാപത്തിന്റെ കാഠിന്യം കൊണ്ട് അവർ റബ്ബേ നരകത്തിൽ പെട്ടുപോയി. ആ നരകത്തിൽ പെട്ടുപോയ ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാതെ ഞങ്ങൾ സ്വർഗത്തിലേക്കില്ല അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റിന്റെ ആധിക്യം മൂലം ഒരുപക്ഷേ നരകത്തിലേക്ക് കിടക്കേണ്ടി വന്നാൽ അല്ലാഹുവേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാഹ്, നരകത്തിൽ കിടക്കല്ല അല്ലാഹ്. ഇനി അങ്ങനെ കടന്നു പോയാൽ അല്ലാഹുവിന്റെ പരിശുദ്ധരായ സ്വാലിഹീങ്ങളായ ആളുകൾ ആരൊക്കെ അവരെ സ്നേഹിച്ചുവോ ആ സ്നേഹിച്ച ആളുകളെ കുറിച്ച് സ്വാലിഹീങ്ങൾ പറയുമത്രേ, ഞങ്ങളെ സ്നേഹിച്ചവർ നരകത്തിലുണ്ട്, അവരെ കടത്താതെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകില്ല. അപ്പൊ അല്ല എന്താ പറയാ, നിങ്ങൾ പോകണ്ട, നിങ്ങൾ നരകത്ത് പോയിക്കൊള്ളുന്ന പറയില്ല. കാരണം അല്ല വരെ പോലല്ലോ. അല്ല എന്താ പറയുക? ഹദീസിൽ കാണാം, അല്ല പറയുമത്രേ, നിങ്ങളൊന്ന് പോയി നോക്കൂ നരകത്തിലേക്ക്. നിങ്ങൾ അറിയുന്ന ആളുകളെ നിങ്ങൾ നരകത്തിന് സ്വർഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുക. ഔലിയാക്കൾക്ക് സമ്മതം കൊടുക്കുകയാണ്. ഇവർ സമ്മതിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് വലിയാണ്, ശംസുൽ ഉലമ വലിയാണ്. മറുഭാഗത്തിന്റെ ആളുകളെ കുറിച്ച് അവർ തന്നെ പറയുന്നു, ഇല്ല ജീവിത വിശുദ്ധി അംഗീകരിക്കാൻ പ്രയാസമുണ്ട്, ആരോപണ വിധേയനാണെന്ന് അവർ സമ്മതിക്കുന്നു. ശംസുൽ ഉലമ മഹാനാണ്, ശംസുൽ ഉലമ കറാമത്തുള്ള ആളാണ്, ശംസുൽ ഉലമ വലിയാണ്, കണ്ണിയത്ത് ഉസ്താദ് കറാമത്തുള്ള മഹാനാണ്, ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ് വലിയ വലിയാണ്. അന്ന് അവർ തന്നെ സമ്മതിക്കുമ്പോ അല്ലാഹു പറയുന്ന ഔലിയാക്കളെ ഒന്ന് ചൊല്ലൂ, സാലിഹീങ്ങളെ ഒന്ന് ചൊല്ലൂ. ആ നരകത്തിൽ അങ്ങനെ അകപ്പെട്ടുപോയ ഈമാനുള്ള ആളുകൾ, അറിയാതെ തെറ്റ് ചെയ്തു പോയി നരകത്തിൽ പെട്ടുപോയ ആളുകൾ, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോ ഔലിയാക്കൾ ചൊല്ലുകയാണ്, ഹദീസിന്റെ ശൈലി നോക്കൂ നിങ്ങൾ, ഹദീസിന്റെ പദം നോക്കും നിങ്ങൾ. ലൈഫായ ഹദീസൊന്നുമില്ല, തള്ളണ്ട, ആക്ഷേപിക്കണ്ട, കുറ്റപ്പെടുത്തണ്ട, നിരാകരിക്കണ്ട. സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഔലിയാക്കളിതാ ചെന്നിട്ട് ധാരാളം ആളുകളെ നരകത്തിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വീണ്ടും ചെല്ലുന്നു, ഈ സാലിഹീങ്ങൾ വീണ്ടും ചെല്ലുന്നു. കണ്ണിയത്ത് ഉസ്താദ് സ്വാലിഹാണെന്ന് സമ്മതിച്ചല്ലോ, ശംസുൽ ഉലമ മഹാനാണെന്ന് സമ്മതിച്ചല്ലോ. ആ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാന്മാർ അവർ ചെല്ലുകയാണ്. യുഖ്രിജൂന ഖൽഖൻ കസീറാ. പിന്നെയും ധാരാളം ആളുകൾ നരകത്തിന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹു തആല ചോദിക്കുമത്രേ, ഇനിയുണ്ടോ? ഔലിയാക്കൾ വരുമത്രേ, ഇല്ല അല്ലാഹ്, ഞങ്ങളോട് ബന്ധമുള്ളവരൊക്കെ, ഞങ്ങളോട് സ്നേഹമുള്ളവരൊക്കെ, ഞങ്ങളോട് ഏതൊക്കെ നിനക്ക് ബന്ധമുള്ള ആരൊക്കെയുണ്ടോ എല്ലാവരെയും നരകത്തിൽ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അല്ലാഹു പറയുമത്രേ, ശഫാഅത്തുൽ മലായിക,
മലക്കുകൾ ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു, അമ്പിയാക്കൾ ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു, സാലിഹീങ്ങളും ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു. ഞാൻ മാത്രമാണ് ശഫാഅത്തിന് അവകാശിയായിട്ട് ശേഷിക്കുന്നതെന്ന് പുറത്തിറപ്പ് പറയുമത്രേ. സാലിഹീങ്ങളായ ആളുകളെ ശഫാഅത്ത് കിട്ടും അവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ദുന്യാവിന് വേണ്ടിയുള്ള പ്രസ്ഥാനമല്ല. ഞാൻ അവസാനിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യം ഇവിടെ നിർത്തുകയാണ്. ദുആ ചെയ്ത് പിരിയാം. വെള്ളിയാഴ്ച രാവിലെ നഷ്ടപ്പെടുത്തേണ്ട ബഹുമാനപ്പെട്ട തൃശ്ശൂർ സുഖമല്ല കടമയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ദുആയാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എത്ര കഠിനാധ്വാനമാണ് മഹാനവറുകൾ സഹിച്ചിട്ടുള്ളത്. ആ ഉസ്താദ് സുഖമില്ലാതെ കിടക്കുമ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന അത് ചെയ്യാതാരും പോകാൻ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹത്തുക്കളായ ആളുകൾ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുമ്പോൾ അവരെ കൂടെ നമ്മൾ നിൽക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്മേളനം നടക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പോകുക. എന്തിനാണ് നമ്മൾ പോകുന്നത്? സമ്മേളനം വിജയിപ്പിക്കാനല്ല. അത് നമ്മളാരും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പോയിട്ടില്ലെങ്കിൽ സമസ്തന്റെ സമ്മേളനം വിജയിക്കും. പിന്നെയോ നമ്മുടെ വിജയത്തിന് വേണ്ടി മഹാനായ ശൈഖുനാ തിരുപ്പതി ഉസ്താദുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയില്ലേ, അവിടെ പോയി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോ തിരുപ്പതി ഉസ്താദ് എന്താ പറയാറുള്ളത്? സമസ്തന്റെ ആലിമീങ്ങൾ പങ്കെടുക്കുന്ന പട്ടിക്കാട് ജാമിയാനൂരിയുടെ സമ്മേളനത്തിൽ പോയിക്കോ, അവിടെ പോയിക്കോ, നിന്റെ പ്രശ്നം തീരും. കാരണം ബഹുമാനപ്പെട്ടവരൊക്കെ ആരിഫ്യങ്ങളാണ്, ഔലിയാക്കളാണ്. ഔലിയാക്കളെ സാന്നിധ്യം അറിയാൻ കഴിയുള്ളൂ. നമുക്കതറിയില്ല. നമുക്കറിയാത്തതിന്റെ പേരിൽ സമ്മേളനത്തെ ആക്ഷേപിക്കണ്ട, സമ്മേളനത്തെ കുറ്റപ്പെടുത്തണ്ട. അവിടെ പോയി പങ്കെടുക്കുമ്പോ സമ്മേളനമല്ല വിജയിക്കുന്നത്, നമ്മളാ വിജയിക്കുന്നത്. അങ്ങനെയാണല്ലോ. നമ്മൾ സുബ്ഹാനല്ലാഹ് ചെല്ലുമ്പോൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയില്ലേ, എന്താ സുബ്ഹാനല്ലാഹ് അർത്ഥം? അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അല്ലാഹു അക്ബർ എന്ന അർത്ഥം അള്ളാഹുവെ നീ വലിയവനാണ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉദാഹരണമല്ല. നമ്മളൊക്കെ പാട് അല്ലാഹു അക്ബർ പറഞ്ഞിട്ടില്ല, അള്ളാഹുവിൽ തന്നെ. പിന്നെയോ നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അള്ളാഹു പരിശുദ്ധനാകുകയല്ല, പണ്ഡിതന്മാർ പറയുന്നു നമ്മൾ പരിശുദ്ധനുള്ളവരാണ്. മുല്ലാസിന്റെ തുടക്കത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയില്ലേ, ആ സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ തൻസീഹ് ചെയ്യുമ്പോൾ, പരിശുദ്ധമാക്കുമ്പോൾ അത് നമ്മളിലേക്ക് മടങ്ങി വരുന്നു, നമ്മൾ പരിശുദ്ധരായിത്തീരുന്നു. എന്നതുപോലെ സമസ്തയുടെ സമ്മേളനത്തിന് പോകുമ്പോ സമ്മേളനമല്ല വിജയിക്കുന്നത്, നമ്മുടെ വിജയം ആഗ്രഹിക്കുന്നവർ അങ്ങോട്ട് വരിക. വിശാലമായ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട കൊട്ടുപുറ ഉസ്താദിന്റെ കൂടെ, ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദിയുടെ കൂടെ, ഷെഹുന എം പി ഉസ്താദിന്റെ കൂടെ ആ സമ്മേളനം നഗരം സന്ദർശിക്കാൻ പോയപ്പോ അൽഹംദുലില്ലാഹ് വിശാലമായ പന്തൽ, എത്ര ആളുകൾ വന്നാലും സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള പന്തലാണ്. ഇതുവരെ നടന്ന സമ്മേളനങ്ങളൊക്കെ വ്യത്യസ്തമായി കൊണ്ട് വിശാലമായ വലിയ നല്ല പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം പന്തലിന്റെ ഭംഗിയല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിലേറെ നല്ല പ്രോഗ്രാമുകളാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ എത്തിച്ചേരുക. സമ്മേളനാവട്ടെ ആ 14-ാം തീയതി പോകാലോ എന്ന് കരുതണ്ട. അവിടെ ആലിമീങ്ങൾ വന്ന്, സ്വാലിഹീങ്ങൾ വന്ന് 4 ദിവസമോളം സംഗമിക്കുമ്പോ അവിടെ സ്വാലിഹീങ്ങളുടെ ഔലിയാക്കളുടെ സാന്നിധ്യമുണ്ടാകുമ്പോ, മലായിക്കത്തിന്റെ സാന്നിധ്യമുണ്ടാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആ ഒരു ബറക്കത്ത് ലഭിക്കാൻ, അല്ല സമ്മേളനം വിജയിപ്പിക്കാനില്ല. അപ്പൊ കണ്ടല്ലോ നമ്മുടെ സമ്മേളനത്തിന്റെ അവസ്ഥ എന്താ? പട്ടിക്കാട് ജാമിയാനൂരിലെ കണ്ടില്ലേ, പണ്ടൊക്കെ ഒരു സമ്മേളനം നടക്കാറുള്ളൂ അല്ലേ? ഒറ്റ ദിവസമാണ് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനമാണ്. ഇപ്പൊ നോക്കുമ്പോൾ ദിവസമാണ്. പട്ടിക്കാട് ജാമിയാനൂരിൽ ഇപ്രാവശ്യം 3 ദിവസവും സമാപന സമ്മേളനത്തിന്റെ അവസ്ഥയായിരുന്നില്ലേ? പണ്ടൊക്കെ സമസ്തന്റെ സമ്മേളനം ഒരു സമാപന സമ്മേളനം ഉണ്ടാവുള്ളൂ. ഇപ്പോ ഒരു ഉദ്ഘാടന സമ്മേളനം മംഗലാപുരത്ത്. എന്താ ഇതിലേക്ക് ജനം? മംഗലാപുരത്തൊക്കെ തള്ളിച്ചുകൂടി ജനങ്ങൾ എത്രയാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് അതിൽ കണ്ണിയാവാൻ നമ്മളെല്ലാവരും എത്തിച്ചേരുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സംഘടനയുടെ എല്ലാവിധ നന്മകളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. കൂട്ടത്തിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, നിങ്ങളൊക്കെ നെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ്, നിങ്ങളൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളാണ്. എല്ലാവരുടെ മൊബൈലും ഇപ്പോൾ നെറ്റില്ലാത്തവരില്ല. ആ വാട്സപ്പ് ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുന്ന നേരം എന്റെ പ്രിയപ്പെട്ടവരെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പൈറക്സ് മെസ്സഞ്ചറിലൂടെ എവിടെ നിങ്ങളാണെങ്കിലും 24 മണിക്കൂർ ഏത് സമയത്തും നിങ്ങൾക്ക് നല്ല ആശയങ്ങൾ കേൾക്കാം. ഇവിടെ നടക്കുന്ന പ്രോഗ്രാം ഇവിടെ നമ്മൾ ഗൾഫിൽ നിന്നുകൊണ്ട് നമ്മളെ പ്രിയപ്പെട്ട സഹോദരന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോകത്തിന് ഇത് വാങ്ങൾക്ക് ഇപ്പൊ നാളെ ഒരു പ്രോഗ്രാമുകൾ ഉണ്ടാകും, മറ്റൊന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇന്ന് നടക്കുന്നു, നാളെ വേറെ ഭാഗത്ത് വേറെ ആളുകൾ നടത്തുന്നു. ബഹുമാനപ്പെട്ട അമീദ് ബേസിന്റെ പുസ്തകങ്ങൾ, അങ്ങനെ നമ്മുടെ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ദിവസവും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ അതൊക്കെ ദിവസം ലൈവായിക്കൊണ്ട് കേട്ടിരിക്കാനുള്ള അവസരമാണ്. നിങ്ങൾ ആ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ആവശ്യമില്ലാത്ത ഉപയോഗിക്കുന്നതിന് പകരം
ഇത്തരത്തിലുള്ള നല്ലത് ഉപയോഗപ്പെടുത്തുക. ബൈലക്സ് മെസ്സഞ്ചർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പണിയില്ല. നെറ്റിൽ കയറിക്കൊണ്ട് നമ്മൾ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അത് നമുക്ക് കിട്ടും. അത് ഉപയോഗിക്കേണ്ട രീതി കിട്ടും. അത് ഉപയോഗപ്പെടുത്തി നമ്മളെപ്പോഴും ആ ക്ലാസ് റൂം ഉപയോഗപ്പെടുത്തി നല്ലതിന്റെ കൂടെ നന്മയുടെ കൂടെ പരലോക ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട ചാവക്കാട്ടിലെ പ്രമുഖനായ ഉസ്താദ് മണത്തറ ഉസ്താദ് അവർക്ക് നമുക്ക് ദുആ ചെയ്യണം. എല്ലാവരും ഒരു 10 സ്വലാത്ത് ചൊല്ലി ബഹുമാനപ്പെട്ട തൃശ്ശൂർ ഉസ്താദിന് വേണ്ടി, നമ്മൾ മരണപ്പെട്ടു പോയ ഉസ്താദുമാർക്ക് വേണ്ടി, തൃശ്ശൂർ ഉസ്താദിന്റെ രോഗക്ഷമയാകാൻ വേണ്ടി, മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാരുടെ ഖബർ ജീവിതത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കൾ പലരും രോഗികളാണ്, ഉസ്താദുമാരിൽ പലരും രോഗികളാണ്, പലരും നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്ത് വെള്ളിയാഴ്ച രാവാണല്ലോ എല്ലാവരും സദസ്സിരുന്നിട്ട് 10 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. എനിക്ക് കൂടുതൽ പറയാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കാസർഗോഡ് ഇപ്പോൾ ജോലി ആയതുകൊണ്ട് തിരിച്ചങ്ങോട്ട് പോകണം. തിരിച്ചങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒരു 11 മണി 11:30 ആകുമ്പോഴേക്ക് കോഴിക്കോട് എത്തിയിട്ടില്ലെങ്കിൽ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ 3 മണിക്ക് ട്രെയിൻ ഉണ്ടാവുള്ള പ്രയാസമുള്ളത് കൊണ്ടാണ്. നാളെ വെള്ളിയാഴ്ച കൂടിയാണല്ലോ, അതുകൊണ്ട് നീട്ടിക്കൊണ്ട് ഞാൻ ഗ്രഹിക്കുന്നില്ല. ഒരു 10 സ്വലാത്ത് പത്രം ചൊല്ലി ദുആ ചെയ്ത് പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. لا محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم. اللهم يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹം റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞത് കേട്ടതും സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സലാത്തുകളെ സ്വീകരിക്കണേ അല്ലാഹ്. അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു റൗളയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട്, പടച്ച റബ്ബേ, ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങൾ വന്നുപോയ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സുകളൊക്കെ നന്നാക്കണേ അല്ലാഹ്. ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. ഖുശൂഅ് നൽകണേ അല്ലാഹ്. തഖ്വ നൽകണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ, അഭിവന്യരായ ഉസ്താദുമാർ, മാതാപിതാക്കൾ പലരും രോഗികളാണ്. ഞങ്ങളെ സഹായിച്ച സ്നേഹിച്ച പലരും രോഗികളാണ്. പ്രത്യേകിച്ച് അഭിവന്യനായ ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാഹ്. പൂർണ്ണ ആരോഗ്യം നൽകണേ അല്ലാഹ്. സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾ കാതോർക്കുന്നൊരു പ്രസംഗമാണ്, അളന്നു കുറിച്ച് പറയുന്ന ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ പഠനാർഹമായൊരു പ്രഭാഷണം. അല്ലാഹുവേ, അതിനെയും കേൾക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരു ജാടയുമില്ലാതെ കൊച്ചുകുട്ടികളെ പോലെ ഞങ്ങളെ കൂടെ മഹാനായ ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. കോയക്കുട്ടി ഉസ്താദിന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്. പൂർണ്ണാരോഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് ഉസ്താദുമാർ പലരും രോഗികളാണ്. ഞങ്ങൾ അഭിനന്ദരായ പല നേതാക്കന്മാരും രോഗികളാണ്. ശിഫ നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, ഇന്നലകളിലെ പ്രസ്ഥാനം ഏതാണ് ഹക്കെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി ഞങ്ങളോട് വിട പറഞ്ഞുപോയ ഞങ്ങൾ അഭിവന്യരായ നേതാക്കന്മാർ, ഉസ്താദുമാർ, അല്ലാഹുവേ, മാതാപിതാക്കൾ, ഞങ്ങളെ സ്നേഹിച്ച് സഹായിച്ച പലരും, അല്ലാഹുവേ, ഇവിടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്.